യെസ് ഹലോ ഗായ്സ്, ഹലോ മക്കളെ, ഹായ് ഹായ് ഹായ്. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഹാപ്പി ആയിട്ടിരിക്കല്ലേ? എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കല്ലേ? യെസ്, ഇനി എനർജറ്റിക് അല്ലെങ്കിൽ ഒട്ടും പവർ കുറഞ്ഞു പോവാണ്ട് സെറ്റായിട്ട് വന്നിരിക്കുക. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരു പവർഫുൾ ആയിട്ടുള്ള, സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ് ഗായ്സ്, എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും സെറ്റാണ്, പവറാണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷൻ ഒന്ന് കത്തിച്ചേ, ഒന്ന് ലൈറ്റപ്പ് ചെയ്തടാ, ലൈറ്റപ്പ് ചെയ്യുക, ലൗച്ചിന് ഇടുക, അതേപോലെ തന്നെ നമ്മുടെ പവറിന്റെ സിമ്പിളൊക്കെ ഇടാം. അതെ, പവറിന്റെ സിമ്പിളൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക. യെസ്, ഓക്കെ, ആ കാണാൻ എൻ്റെ ലുക്ക് ഉണ്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഞാനേ എൻ്റെ മുടി ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും നോക്കിയിരുന്നു, എൻ്റെ മുടി ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ മക്കളെ, അപ്പോൾ എല്ലാവരും സെറ്റായിട്ടിരിക്കല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലെ തേർഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും സെറ്റല്ലേ? പവർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട. എല്ലാവരും സെറ്റായിട്ട് പവറായിട്ട് നിങ്ങളുടെ ബുക്സ് കാര്യങ്ങൾ ഓക്കെ, മെയിനായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, നിങ്ങളുടെ നോട്ട് ബുക്ക്, നിങ്ങൾ ഒരു നോട്ട് ബുക്ക് കയ്യിൽ കരുതുക, അതായത് റഫ് നോട്ട് കയ്യിൽ കരുതുക, വിത്ത് ഒരു പെന്നും കൂടി എന്താണ് കയ്യിൽ സെറ്റാക്കി വെക്കുക. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ആക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റായിട്ട് പഠിക്കാനായിട്ട് പറ്റും. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട. നമ്മൾ തേർഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും പവർ ആയിട്ടിരുന്നോ? തേർഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. തേർഡ് ചാപ്റ്റർ സെറ്റ് ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് വരുന്ന ഒരു മാർക്കും നമ്മൾ കളയില്ല. യെസ്, ഓക്കെ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട. തേർഡ് ചാപ്റ്ററിന്റെ പേര് നോക്കിയാലോ? ഓക്കെ, യെസ്. എവിടെ തേർഡ് ചാപ്റ്റർ? എവിടെ അവൻ വന്നു? യെസ്, വന്നു. സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് ചെറിയ ചാപ്റ്റർ ആണ്. ഹിസ്റ്ററിയിൽ നമുക്ക് ഫസ്റ്റ് ടൈമിൽ ഓണം എക്സാമിന്റെ പോർഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് ഈ ഹിസ്റ്ററി തേർഡ് ചാപ്റ്റർ. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഫസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാം. അതായത് ഒരു ഓവർവ്യൂ അല്ല, ഓവർവ്യൂ. ജസ്റ്റ് ഒന്ന് ആദ്യമേ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പഠിച്ചാൽ മതിയല്ലോ. മതി. യെസ്, ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ബ്ലൂ പ്രിന്റ്. ബ്ലൂ പ്രിന്റ് നിൽക്കുമ്പോൾ എനിക്ക് സാറേ ഈ ഒരു സാധനം ഓർമ്മ വരും. ഓക്കെ, ബ്ലൂ പ്രിന്റ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഓക്കെ, ഈ വരയൊന്നും നോക്കണ്ട, മെയിനായിട്ട് പഠിക്കാനുള്ള 3 ചേട്ടന്മാരാണ്. അതിൽ ഫസ്റ്റ് വരുന്ന മച്ചാൻ്റെ പേരാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അവൻ? ആരാണ് അവൻ? കോമൺ സെൻസ് നോളജ്. സെക്കൻഡ് വരുന്ന ടീമിന്റെ പേരാണ് സോഷ്യൽ അനാലിസിസ്. തേർഡ് വരുന്ന ചേട്ടന്റെ പേരാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഈ 3 ചേട്ടന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. സെറ്റ് അല്ലേ? പഠിക്കാം, സെറ്റായിട്ട് പഠിക്കാം. അപ്പൊ എല്ലാ മക്കളും ഞാൻ പറഞ്ഞ പോലെ എന്നെ ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്യുക. ഓക്കെ, സെറ്റ് ആണെങ്കിൽ കമന്റ് ബോക്സ് ഒന്നുകൂടി ഒന്ന് കത്തിച്ചേക്കാം. യെസ്, അപ്പൊ കോമൺ സെൻസ് നോളജ്, സോഷ്യൽ അനാലിസിസ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ് 3 കാര്യങ്ങൾ സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ this chapter is over. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ പണി തുടങ്ങിയ കേട്ടാ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമൺ സെൻസ് നോളജിനെ കുറിച്ചാണ്. യെസ്, പഠിക്കാം. എന്റെ ബാക്കിൽ തീയല്ലേ? ഇതെന്താ അത്? തീ ഇങ്ങനെ അല്ലേ? തീ ഇങ്ങനെ കത്തി പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീ കത്ത് പിടിക്കും, നമുക്കെല്ലാം അറിയാം അല്ലേ? തീ കത്ത് പിടിക്കല്ലേ? കത്ത് പിടിക്കും. തീ ശരിക്കും കത്ത് പിടിക്കും. അത് നമുക്കറിയാലോ. അറിയാം. ഇനി ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? ഒരു ചില്ല് അല്ലേ? ചില്ല് പാത്രമാണ്, അത് ഉടഞ്ഞു കണ്ടില്ലേ? നിലത്ത് വീഴുമ്പോൾ അത് ഉടയും. ഇതും നമുക്കറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കോമൺ സെൻസ് നോളജ് പഠിക്കുമ്പോൾ എന്തിനാണ് ഈ തീയുടെയും ക്ലാസ്സിന്റെയും കാര്യം സാറ് പറഞ്ഞതെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കോമൺ സെൻസ് നോളജ് പഠിക്കുന്നതിനേക്കാളും മുമ്പ് ഇത് അറിഞ്ഞിരിക്കണം. അതായത് ഇതിലൂടെ നമുക്ക് കോമൺ സെൻസ് നോളജ് പഠിക്കാം. അതായത് തീ ആണെങ്കിൽ കത്ത് പിടിക്കും അല്ലേ? ഗ്ലാസ് ആണെങ്കിൽ എന്താ? നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടും. ഇത് നമുക്ക് അറിയുന്ന നോളജ് അല്ലേ? ഈ കാര്യങ്ങൾ നമുക്കറിയാലോ. ഇത് നമ്മൾ ബുക്കിൽ എഴുതി പഠിച്ചിട്ടുള്ള കാര്യമല്ല അല്ലേ? ഇതെങ്ങനെയാണ്? നമ്മുടെ അനുഭവം വഴി, നമ്മുടെ ഓരോരോ സോഷ്യൽ ഇൻട്രാക്ഷൻസ് വഴി അല്ലേ, നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വഴി നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട നോളജുകളിൽ ഒന്നാണ് ഈ തീ എന്താണ്? കത്ത് പിടിക്കും അല്ലേ? തീയിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. അതേപോലെ ഗ്ലാസ് നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടും അല്ലേ? ഇപ്പോൾ ബൈക്ക് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ നമ്മൾ തട്ടി മറിഞ്ഞ് വീഴും. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന കോമൺ ആയിട്ടുള്ള അറിവുകളാണ് അല്ലേ? ഇങ്ങനത്തെ
കോമൺ ആയിട്ടുള്ള അറിവുകൾ അല്ലെ, നമ്മുടെ എക്സ്പീരിയൻസസ് വഴി അല്ലെ, നമ്മൾ എന്താ നേരിട്ട് അറിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഇത്തരം അറിവുകളില്ലേ, നമ്മൾ കണ്ടും കേട്ടും വന്നിട്ടുള്ള ഇത്തരം അറിവുകൾ, ഇതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ത്? കോമൺ സെൻസ് നോളജ്. ഇതാണ് കോമൺ സെൻസ് നോളജ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? സിമ്പിൾ ആണ്. ഗ്ലാസ് നിലത്തുകൊണ്ട് കഴിഞ്ഞാൽ പൊട്ടും, തീയാണെങ്കിൽ കത്ത് പിടിക്കും, നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, പണ്ട് മുതലേ കണ്ടും കേട്ടും വന്നേക്കുന്ന കാര്യമാണ്. ഇത്രയും നോളജ് ഇല്ലേ, ഇത്രയും അറിവില്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോമൺ സെൻസ് നോളജ്, സാമാന്യ ബോധജ്ഞാനം. ഇത് സെറ്റല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യം സെറ്റാണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? വൺസ് അഗെയിൻ പറയാം. നമുക്ക് അറിയാവുന്ന ഇത്രയും നോളജ് ഇല്ലേ? തീയാണെങ്കിൽ കത്ത് പിടിക്കും, ഗ്ലാസ് ആണെങ്കിൽ നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടും, അതേപോലെ തന്നെ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ സ്റ്റാൻഡ് ഇട്ടില്ലെങ്കിൽ എന്താണ്, നമ്മൾ താട്ടി മറിഞ്ഞ് വീഴും. ഇത്രയും അറിവുകൾ നമ്മൾ ബുക്ക് വഴി കിട്ടുന്ന അറിവുകളല്ല അല്ലേ, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താണ് മെയിനായിട്ട് നമ്മൾ ഈ ആൾക്കാർ പറയുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് വഴിയും കണ്ടും കേട്ടും ഒക്കെ ഉണ്ടാവുന്ന നോളജാണ് ഇത്തരം നോളജുകൾ ആണല്ലോ. അതെ, അപ്പോൾ ഈ നോളജിനെ നമ്മൾ ഇട്ട് വിളിക്കുന്ന പേരാണ് കോമൺ സെൻസ് നോളജ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനം. നമ്മൾ ചോദിക്കൂലേ, എടാ നിനക്കൊരു കോമൺ സെൻസ് ഇല്ല എന്ന് ചോദിക്കൂലേ, എടാ നിനക്കൊരു സാമാന്യ ബോധമില്ലെന്ന് ചോദിക്കൂലേ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളില്ലേ, അതൊക്കെ ഈ പറഞ്ഞ നോളജിൽ വരുന്നതാണ്. നിങ്ങൾക്ക് കോമൺ സെൻസ് നോളജ് ഉണ്ടെന്നുള്ള ആൾക്കാർ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കുണ്ട്, നിങ്ങൾക്കിടാന്ന് എനിക്കൊന്നും അറിയണമല്ലോ, എനിക്ക് കമന്റ് ബോക്സ് ഒന്ന് നോക്കണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോമൺ സെൻസ് നോളജ് എന്താണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കിത് വായിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ. കോമൺ സെൻസ് നോളജ് ഈസ് എ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഇൻഡിവിജ്വൽസ് അക്യൂർ അബൌട്ട് ദ വേൾഡ് ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ്, സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് കൾച്ചറൽ നോളജ്. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം. അല്ലെ, ഞാൻ പറഞ്ഞു നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ നമുക്ക് കുറേ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൂടാതെ എന്താ, സാമൂഹിക ഇടപെടലുകൾ അല്ലേ, നമ്മൾ സോഷ്യൽ ഇന്ററാക്റ്റീവ് ആൾക്കാരോട് സംസാരിക്കും അല്ലേ, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എന്താ ഇന്ററാക്ഷനായി അല്ലേ, നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെന്ന് ഒന്ന് ഇവിടെ നിന്ന് അവിടെയും വരെ പോകുമ്പോൾ എന്താണ് ഇന്ററാക്ഷൻസ് വരും അല്ല, ആൾക്കാരോട് സംസാരിക്കും, നമ്മൾ കടയിൽ പോകും, ബസ്സിൽ പോകും അല്ലെ, ബൈക്കിൽ പോകും, ട്രെയിനിൽ പോകും, ഇതൊക്കെ എന്താ ഇന്ററാക്ഷന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് അറിവുകളൊക്കെ കിട്ടും അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ ഒരു വ്യക്തി, അത് ഞാനാവാം നിങ്ങളാവാം, അയാൾ നേടുന്ന അറിവാണ് എന്തിനെക്കുറിച്ച്, നമ്മുടെ ലോകത്തിനെ കുറിച്ച് നേടുന്ന ഇത്തരം അറിവിനെ വിളിക്കുന്ന പേരാണെന്ത്? സാമാന്യ ബോധജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ്. സെറ്റാണല്ലേ? അപ്പൊ ഇത്ര ഉള്ളു, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. നമ്മുടെ എക്സ്പീരിയൻസ് വഴിയും അതേപോലെ നമ്മുടെ ഇന്ററാക്ഷൻസും നോളജൊക്കെ വഴിയും നമ്മുടെ ലോകത്തിനെ കുറിച്ച് എന്താ നമ്മൾ നേടുന്ന നോളജിനെ, അറിവിനെ വിളിക്കുന്ന പേരാണെന്ത്? കോമൺ സെൻസ് നോളജ് അഥവാ സാമാന്യ ബോധജ്ഞാനം. ഇത് സെറ്റല്ലേടാ കുഞ്ഞുങ്ങളെ, ഇത് സെറ്റല്ലേ? അപ്പോൾ എന്താണ് കോമൺ സെൻസ് നോളജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചേട്ടൻ ഈ ഒരു ഫസ്റ്റ് സാധനം അങ്ങ് സെറ്റായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇതെല്ലാവരും ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ ഒന്ന് മാർക്ക് ചെയ്തോ, ഈ ചാപ്റ്ററിന് ബേസ് ആണ്. ഓക്കെ, ഇത് സെറ്റാണല്ലോ. ഇനി ദിസ് ഈസ് നോട്ട് ഫോർമൽ നോളജ്, റാദർ ദേ ആർ അസംഷൻ ഓർ ഈവൻ എവറിഡേ പ്രാക്ടിക്കൽ നോളജ്. അതായത് ഒരു ഫോർമൽ നോളജ് അല്ല, ഔപചാരിക അറിവുകളല്ല അല്ലേ. നമുക്കിത് ഔപചാരികമായിട്ട് ഭയങ്കര ഫോർമലായിട്ട് വരുന്ന നോളജ് ഒന്നുമല്ല. ഇതെങ്ങനെയാണ്? ഇത് അനുമാനങ്ങളോ ദൈനംദിന പ്രായോഗിക അറിവുകളോ ആയിരിക്കും അല്ലേ. നമ്മൾ അനുമാനമാണ്, ഇതങ്ങനെയായിരിക്കും അല്ലേ. ഗ്ലാസ് നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടും, തീ കത്ത് പിടിക്കും അല്ലേ, നമുക്കറിയാം അല്ലേ. ഇത് അനുമാനങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രായോഗിക അറിവുകളാണ് അല്ലേ. ഇപ്പൊ തീ കത്ത് പിടിക്കുന്ന പറഞ്ഞാൽ പ്രാക്ടിക്കലാണ് അല്ലേ, അത് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പ്രായോഗികമായിട്ടുള്ള അറിവുകളാണ്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരിക്കലും എന്താണ് നമുക്ക് ഫോർമൽ നോളജ് ആയിട്ട് പറയാൻ പറ്റില്ല. പ്രാക്ടിക്കൽ അല്ലെങ്കിൽ എന്താണ് അസംഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റുള്ളൂ അല്ലേ. നമ്മൾ ഊഹാപോഹണോ, ഇത് അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരാളെന്താ വണ്ടി ഇടിച്ച് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും കേട്ടോ, അവൻ ശ്രദ്ധിക്കാണ്ടാണ് കേട്ടോ എന്നൊക്കെ പറയൂലേ. ഇതൊക്കെ കോമൺ സെൻസിന്റെ ഭാഗമാണ്, ഇത് നമ്മുടെ അസംഷനാണ് അല്ലേ. ഇതൊക്കെ കോമൺ സെൻസ് ആണ്, ഇത് ആർക്കും അറിയാം അല്ലേ. അതുപോലെ തീ കത്ത് പിടിക്കുന്ന കേസ് സാറ് പറഞ്ഞു ഇല്ലേ, പറഞ്ഞല്ലോ. ഇതൊക്കെ എന്താ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ആണ് അല്ലേ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീ കത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ ഒരുപാട് 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 എക്സ്പ്ലനേഷൻസ്, എക്സാമ്പിൾസ് എന്താ നമുക്ക് ഉണ്ട് പഠിക്കാനായിട്ട് അല്ലേ. നമ്മൾ പഠിക്കാൻ മീൻസ് നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാം കോമൺ സെൻസ് നോളജ് എന്താണെന്ന്. ഇനി ഞാൻ പറഞ്ഞു തീ കത്ത് പിടിക്കും, ഗ്ലാസ് എന്താണ് നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട എന്താണ് ഇത്തരം കോമൺ സെൻസ് നോളജ് ഒക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് കമന്റ് ചെയ്തേ, ഞാൻ ഒന്ന് കാണട്ടെ.
ഓക്കെ, ഞാൻ ഒന്ന് കാണട്ടെ. ഓക്കെ, ആർക്കൊക്കെയാണ് ഇവിടെ കോമൺ സെൻസ് നോളജ് ഉള്ളതെന്ന് അറിയാമല്ലോ, എനിക്കൊന്ന് നോക്കണം. ഓക്കെ, യെസ്, സെറ്റ്. അപ്പോൾ എന്താണ് കോമൺ സെൻസ് നോളജ് എന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതൊരു ഫോർമൽ നോളജ് അല്ല, അസംഷൻ വഴിയും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ നോളേജ് വഴി, അല്ലെങ്കിൽ നമുക്ക് ദിവസവും കിട്ടുന്ന പ്രാക്ടിക്കലും നോളേജ് വഴി അല്ലെങ്കിൽ അസംഷൻ വഴിയൊക്കെ കിട്ടുന്ന എന്താണ് ഒരു നോളജാണ് ഈ പറഞ്ഞ കോമൺ സെൻസ് നോളജ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനം എന്നുള്ളത്. എല്ലാവരും സെറ്റായിട്ട് ഓർത്ത് റെഡിയാക്കി വെച്ചേക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഇതിൽ നിന്ന് നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അപ്പോൾ ഈ കോൺസെപ്റ്റ് സെറ്റ് ആണെങ്കിൽ പവർ ആണ് കാര്യങ്ങൾ. റെഡി ആണല്ലോ? ഇത്രയും സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. The sun rises in the east and sets in the west is an individual's perception of a natural phenomenon. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന ധാരണ ദൈനംദിന പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവാണ്. അല്ലേ? എന്താ നമ്മുടെ അറിവാണ്? സൂര്യൻ എന്താണ് എവിടെ ഉദിക്കുന്നത്? കിഴക്ക് അല്ലെ? എവിടെ അസ്തമിക്കുന്നത്? പടിഞ്ഞാറ്. ഒരു വ്യക്തിയുടെ എന്താ പ്രാക്ടിക്കലായി അല്ലെങ്കിൽ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് അല്ലേ? സൂര്യൻ ഉദിക്കുമ്പോൾ എന്താണ് ഒരു ദിവസം അവിടെ ആരംഭിക്കുകയാണ് അല്ലേ? അതേപോലെ തന്നെ അസ്തമിക്കുമ്പോൾ എന്താണ് ആ പറഞ്ഞ ഡേ എന്ന് പറഞ്ഞ പരിപാടി അവിടെ എന്താണ് പോയി അവിടെ നൈറ്റായിട്ട് മാറുകയാണ് അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതെന്താ നമ്മളൊരു വ്യക്തിയുടെ ഒരു പ്രതിഭാസം അല്ലെ, ഒരു ഫിനോമിനെ കുറിച്ചുള്ള ഒരു അറിവാണ് നമുക്കറിയാം. ഇനി the knowledge that fire will burn is a basic understanding of the nature of fire. നേരത്തെ പറഞ്ഞു അല്ലേ, ബേസിക് ആയിട്ട് അറിയുന്ന കാര്യം. തീയാണെങ്കിൽ കത്തുപിടിക്കും അല്ലേ? നമുക്ക് ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അത് മാത്രമല്ല ദിസ് നോളജ് ഈസ് അക്വയർഡ് ത്രൂ ഒബ്സർവേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് സോഷ്യലൈസേഷൻ. ഈ അറിവുകൾ നിരീക്ഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും സാമൂഹികത്തിലൂടെയും പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ഒബ്സർവേഷൻ വഴി എക്സ്പീരിയൻസ് വഴിയൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്കിത് കിട്ടുന്നത് അല്ലേ? നമ്മളെന്താണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ തീയിലെന്താണ് കൈയിട്ട് കഴിഞ്ഞാൽ പൊള്ളും അല്ലേ? നിലത്ത് വീണ് കഴിഞ്ഞാൽ എന്താ നമ്മുടെ കൈകാലൊക്കെ ഒടിയും. നമ്മൾ ശരിക്കും വീണ് കഴിഞ്ഞാൽ ഒടിയും, കൈകാലൊക്കെ ഒടിയും. അതേപോലെ ഒരുപാട് നമുക്ക് ആപത്തുകളൊക്കെ പറ്റും. നമ്മൾ ചെറുപ്പത്തിൽ എന്താണ് നമുക്ക് ആദ്യം ജനിക്കുമ്പോൾ തന്നെ അറിയോ? ഇല്ല. നമ്മുടെ എക്സ്പീരിയൻസ് വഴി നമ്മൾ കണ്ടും കേട്ടൊക്കെ എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഓരോ കാര്യങ്ങൾ അല്ലേ? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതേപോലെ തന്നെ എന്താണ് നമുക്ക് ആഹാരങ്ങൾ കഴിക്കുമ്പോൾ എന്താ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അല്ലേ? എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഈ പറഞ്ഞ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും പലതും ഉണ്ട് നമ്മുടെ ലോകത്ത് അല്ലെ, നമ്മുടെ സമൂഹത്തിൽ അല്ലെ. അപ്പോൾ അതൊക്കെ എന്താ നമുക്കറിയാം. കുറേയൊക്കെ കാര്യങ്ങൾ തെറ്റും ശരിക്കും നമുക്കറിയാം അല്ലെ. അതൊക്കെ എങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്? നമ്മുടെ അനുഭവത്തിലൂടെ, നിരീക്ഷണത്തിലൂടെ അല്ലെ. ഇപ്പൊ സാറ് ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലെ, അപ്പൊ എനിക്ക് പല കാര്യങ്ങളും അറിയാം, അതേപോലെ നിങ്ങൾക്കും പല കാര്യങ്ങളും അറിയാം അല്ലെ. ഇതൊന്നും ഒരിക്കലും നമ്മൾ ബുക്കിൽ എന്താ 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ എഴുതി പഠിച്ച് കിട്ടുന്നതല്ല അല്ലെ. നമ്മുടെ നിരീക്ഷണം വഴി അനുഭവങ്ങൾ വഴി കിട്ടുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇത്തരം നോളജാണ് നമ്മുടെ കോമൺ സെൻസ് നോളജ്. അപ്പൊ ഈ നോളജ് എന്താ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വഴിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ എന്താ ഒബ്സർവേഷൻ, നിരീക്ഷണം വഴിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഒരിക്കലും എന്താണ് ചേട്ടാ ഒരു കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞ ബുക്ക് നമ്മുടെ ബുക്ക് കടയിൽ പോയിട്ട് നമുക്ക് മേടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല അല്ലെ. ബുക്ക് വിൽക്കുന്ന അല്ലെങ്കിൽ എന്താ ബുക്ക് ഷോപ്പിൽ നിന്ന് പോയിട്ട് ആ ബുക്ക് കടകളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ബുക്ക് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇതൊന്നും മേടിക്കാനൊന്നും പറ്റൂല അല്ലെ. അതങ്ങനെ കിട്ടൂല അല്ലെ. ഇത് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വഴി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഇത് സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ കോമൺ സെൻസ് നോളജിൻ്റെ എക്സാമ്പിൾ ആയിട്ട് സൺറൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ്, അതേപോലെ എന്താണ് ഫയർ വിൽ ബേൺ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. ഈ എക്സാമ്പിൾ വെച്ചിട്ട് ചിലപ്പോൾ എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് എല്ലാവരും സെറ്റായിട്ട് ഇതിനോടൊപ്പം തന്നെ അങ്ങ് പഠിച്ചു പോവാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ കോമൺ സെൻസ് നോളജ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേറെ 1-2 കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇൻഡിവിജ്വൽസ് അക്വയർ കോമൺ സെൻസ് നോളജ് ത്രൂ ദെയർ എവറിഡേ പെർസെപ്ഷൻസ്, പ്രാക്ടീസസ് ആൻഡ് ദ നോളജ് ഓഫ് ദ വേൾഡ് അറൗണ്ട് ദം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വ്യക്തികൾ സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈനംദിന ധാരണകളിലൂടെയും ശീലങ്ങളിലൂടെയും അറിവുകളിലൂടെയാണ് അല്ലേ. ഇപ്പം എനിക്ക് കോമൺ സെൻസ് നോളജ് ഉണ്ട് അല്ലേ. എനിക്കറിയാവുന്ന പല ആൾക്കാരും, അച്ഛനും അമ്മയ്ക്കും അനിയനും എല്ലാവർക്കും കോമൺ സെൻസ് നോളജ് ഉണ്ട്. നിങ്ങൾക്കും ഉണ്ട്, നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്കും എല്ലാവർക്കും ഉണ്ട് കോമൺ സെൻസ് നോളജ് അല്ലേ. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ? നമ്മുടെ ഡേ ടു ഡേ എക്സ്പീരിയൻസ് ആണ് അല്ലേ. അതേപോലെ എന്താ നമ്മൾ ഓരോ ശീലങ്ങളുണ്ട് നമുക്ക് അല്ലേ, അതിലൂടെയാണ് അല്ലേ. അതേപോലെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ നോളജ് ഉണ്ട് അല്ലേ, അതിലൂടെയാണ് എന്താ നമുക്ക് ഈ പറഞ്ഞ ഒരാൾക്ക് എന്ത് കിട്ടുന്നത്? കോമൺ സെൻസ് നോളജ് കിട്ടുന്നത്. 10ാം ക്ലാസ് +2 അല്ലെ, ഇതിൽ കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞാൽ എഴുതി പഠിച്ച് നമുക്ക് ഒരിക്കലും കോമൺ സെൻസ് നോളജ് കിട്ടൂല. നമ്മുടെ എക്സ്പീരിയൻസ് വഴിയാണ് കിട്ടുന്നത്, അറിയാലോ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം. ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് വരുന്നത്. Then it is formed on norms, practices, beliefs and personal experiences which are not often examined. വഴക്കങ്ങൾ
നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കങ്ങൾ, നമ്മൾ ഓരോ വഴക്കങ്ങളില്ലേ, നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തു വരുന്നത്, ഓരോ വഴക്കങ്ങൾ അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് എന്താണ്? ശീലങ്ങൾ. അതേപോലെ എന്താ പ്രാക്ടീസസ് ശീലങ്ങൾ, ദെൻ ബിലീവ്സ് വിശ്വാസങ്ങൾ. ഓക്കെ, അതേപോലെ പേഴ്സണൽ എക്സ്പീരിയൻസസ് വ്യക്തിപരമായ അനുഭവങ്ങൾ. ഓക്കെ, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. ഇത്രയും കാര്യങ്ങൾ നോംസ്, പ്രാക്ടീസസ്, ബിലീവ്സ്, പേഴ്സണൽ എക്സ്പീരിയൻസസ്, വഴക്കങ്ങൾ, ശീലങ്ങൾ, വിശ്വാസങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്തുണ്ടാവുന്നത്? കോമൺ സെൻസ് നോളജ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനം ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ചേട്ടന്മാരെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഓക്കെ, സെറ്റാണല്ലോ. ഇത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇത്രയൊക്കെ ഉള്ളൂ കോമൺ സെൻസ് നോളജിൽ പറയാനുള്ളത്. ഇത് സിമ്പിളായിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഗ്ലാസ് നിലത്തോണ്ട് കഴിഞ്ഞാൽ പോട്ടും ഈ ആണെങ്കിൽ എന്താ കത്ത് പിടിക്കും. ഇങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള നോളജ് ഇല്ലേ, അതാണ് കോമൺ സെൻസ് നോളജ്. അറിയാലോ. യെസ്, നമുക്ക് ബുക്ക് വഴി കിട്ടുന്ന എന്താണ് പരിപാടിയൊന്നുമല്ല. നമ്മൾ മെയിനായിട്ട് എന്താ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വഴി അല്ലെങ്കിൽ നമ്മുടെ എന്താ ഓരോരോ ഇൻട്രാക്ഷൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ വഴി നമുക്ക് കിട്ടുന്ന അറിവാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ ഇത് പ്രധാനമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വഴിയും അതുപോലെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ വഴിയാണ് ഇത് ഉണ്ടാവുന്നത് എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതെന്താണ്, ഒരിക്കലും ഈ പറഞ്ഞ എന്താ നമ്മുടെ ഈ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങൾ, ശീലങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഉണ്ടാവുന്നത്. ഒരിക്കലും ഇതല്ലാത്ത കാര്യത്തിൽ നിന്നല്ല എന്തുണ്ടാവുന്നത്, നമ്മുടെ കോമൺ സെൻസ് നോളജ് ഉണ്ടാവുന്നത്. ഈ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, കോമൺ സെൻസ് നോളജ് ഉണ്ടാവുന്നത് എന്നുള്ള കേസ് മക്കൾ സെറ്റാക്കി മനസ്സിലാക്കി വെക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. റെഡി ആണല്ലോ, സ്റ്റഡി ആണല്ലോ. അപ്പോൾ ഈ കോമൺ സെൻസ് നോളജ് സ്റ്റഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ലൈറ്റപ്പ് ചെയ്തേ ഗൈസ്, കം ഓൺ. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് കോമൺ സെൻസ് നോളജ് ഡെവലപ്പ്? സാമാന്യ ബോധജ്ഞാനം ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ ആവാമെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. എന്തൊക്കെയാണ്? ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ്, വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, ത്രൂ ജനറൽ ഒബ്സർവേഷൻസ്, പൊതു നിരീക്ഷണങ്ങളിലൂടെ, ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ, സാമൂഹിക ഇടപെടൽ. ഇതിലൂടെ ഉണ്ടാവുന്ന ഈ 3 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ത്രൂ സോഷ്യൽ, അതായത് ഇപ്പോൾ ഇത് നമുക്ക് ഇത് പഠിക്കാനുള്ള ഇത് 3 പോയിന്റ് ഉണ്ട്. കുഞ്ഞി പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചെറിയ കോഡൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ 2 ത്രൂ വരുന്നുണ്ട് അല്ലേ. പിന്നെ ഏറ്റവും അവസാനം എന്താ, സോഷ്യൽ ഇൻട്രാക്ഷൻസാണ് വരുന്നത് അല്ലേ. ഫസ്റ്റ് ത്രൂവിൽ എന്താണ്, പേഴ്സണൽ എക്സ്പീരിയൻസസ്. സെക്കൻഡ് ത്രൂവിൽ എന്താ, ജനറൽ ഒബ്സർവേഷൻസ്. ഇങ്ങനത്തെ കോഡിലൊക്കെ വേണമെങ്കിൽ പഠിക്കാം, പക്ഷേ ഇതിനകത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, വളരെ ചെറിയ പോയിന്റ് ആണ്. അത് മാത്രമല്ല നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു പോയതാണ്. ഇതെങ്ങനെയാണ് കോമൺ സെൻസ് നോളജ് ഉണ്ടാകുന്നത്? പേഴ്സണൽ എക്സ്പീരിയൻസസ് വഴി, വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, ദെൻ എന്താണ് ജനറൽ ഒബ്സർവേഷൻ, പൊതു നിരീക്ഷണങ്ങളിലൂടെ, ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ, സാമൂഹിക ഇടപെടൽ. ഇന്നിങ്ങനെ റിപ്പീറ്റ് അടിച്ച് നേരത്തെ ഞാൻ അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3ഉം പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ വൺസ് അഗെയിൻ ഇത് കാണുന്ന എല്ലാവരും എൻ്റെ ഒപ്പം നേരിട്ട് പറയുക, കോമൺ സെൻസ് നോളജ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, എങ്ങനെയാണ് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത്. ഫസ്റ്റ് പോയിന്റ് ഉറക്കെ എന്നെ എല്ലാവരും ഉറക്കെ ഞാൻ ഈ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഓക്കെ, ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ്, വ്യക്തിഗത അനുഭവങ്ങളിലൂടെ, ത്രൂ ജനറൽ ഒബ്സർവേഷൻസ്, പൊതു നിരീക്ഷണങ്ങളിലൂടെ, സോഷ്യൽ ഇന്ററാക്ഷൻ, സാമൂഹിക ഇടപെടൽ. സെറ്റാണല്ലോ. ഇത് 3 റെഡി ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ ഈ ഓണം എക്സാമിന് 2 മാർക്കിന് എങ്ങാനും ചോദിച്ചാലോ, ലോട്ടറി അല്ലേ. യെസ്, ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു വലിയൊരു ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കോമൺ സെൻസ് നോളജിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോമൺ സെൻസ് നോളജ് വെച്ചിട്ട് കുറച്ച് ഫൈൻഡിങ്സ് കണ്ടെത്താം, അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് വെച്ചിട്ട് ഇതെന്താണെന്ന് പറയാം. ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് എക്സാമിനേഷൻ എങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മുടെ കോമൺ സെൻസ് നോളജ് വെച്ചിട്ട് എഴുതാനുള്ള തരത്തിൽ ചോദിക്കുള്ളൂ. അതായത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് കുറവായിരിക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ, ആണോ അല്ലയോ, കോമൺ സെൻസ് നോളജ് വെച്ചിട്ട് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ അതും ഇതേപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സും പരിചയപ്പെടാം. 5 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നുണ്ട്. കോമൺ സെൻസ് നോളജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിന് ആൻസർ കൊടുക്കാൻ പറ്റും എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. യെസ്, അതിൽ ഫസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നാച്ചുറൽ, ഹ്യൂമൻ ആക്ഷൻസ് ഹാവ് നോ റോൾ ഇൻ ഇറ്റ്. കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമായി സംഭവിക്കുന്നു, മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് ഇതിൽ പങ്കില്ല. നിങ്ങൾ പറഞ്ഞേ, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാൻ കാരണം മനുഷ്യന്മാരാണോ പ്രകൃതിയാണോ? ഓക്കെ, ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്. ആര് കാരണമാണ്? നിങ്ങളൊന്ന് നോക്കണമല്ലോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ആര് കാരണമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്? ഓക്കെ, ക്ലൈമറ്റിൻ്റെ മാത്രം പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ ഹ്യൂമൻസിന് മാത്രം പ്രശ്നങ്ങളാണോ? അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻസിന് റോളില്ല എന്നാണ്. ഓക്കെ, അങ്ങനെയാണോ സംഭവം? ഓക്കെ,
ശരിക്കും പറഞ്ഞാൽ എന്താ, ആവാണ്ടിരിക്കാം അല്ലേ. ചിലപ്പോൾ പ്രകൃതി കാരണം കൊണ്ടായിരിക്കും അല്ലേ. മനുഷ്യന്മാർ കാരണം എന്താ, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാറുണ്ട് അല്ലേ. അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാലം തെറ്റിയിട്ട് ഒരുപാട് രീതിയിൽ എന്താ ഇപ്പം മഴ കാര്യങ്ങളൊക്കെ ചൂടൊക്കെ എന്താണ് നല്ല രീതിയിൽ കാലം തെറ്റി നമുക്ക് അനുഭവിക്കപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അത് ആര് കാരണമാണ് സംഭവിക്കുന്നത്, മനുഷ്യൻ കാരണമാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം എന്താണ്, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താ, നാച്ചുറലും ആയിരിക്കാം, ചിലപ്പോൾ എന്താ മനുഷ്യൻ കാരണമായിരിക്കാം. അങ്ങനെ പറഞ്ഞൂടെ. ഇനി കോമൺ സെൻസ് നോളജ് ചേട്ടന് എന്താണ് പറയാനുള്ളത് നോക്കാം. വന്നവൻ ദേ വന്നു. Such common sense knowledge is often partial. ഇത്തരത്തിൽ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഭാഗികമായിട്ടുള്ള അറിവ് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയടോ. അതായത് ഇതൊരിക്കലും എന്താണ് ഈ പറഞ്ഞ ഫുള്ളായിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂല. ആവാണ്ടിരിക്കാം. ഇതാണ് മെയിനായിട്ട് എന്താ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആവാണ്ടിരിക്കാം. ഇതാണ് ഇതിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ ചോദ്യങ്ങൾ വരാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളിത് കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട. മെയിനായിട്ട് എന്താണ്, ഈ ഒരു കീ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സച്ച് കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൺ പാർഷ്യൽ. ഇത്തരത്തിൽ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ് എന്നാണ് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കേസിൽ പറയാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കോമൺ സെൻസ് നോളജ് വെച്ചിട്ട് എന്തെല്ലാം പറയാൻ പറ്റുമെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഇതേപോലെ ചോദിക്കില്ല. ഇതൊന്ന് ഷഫിൾ ചെയ്ത് ഷിഫ്റ്റ് ആയിട്ടാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ചോദ്യം, എ ഹൈ സ്കോർ ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ഇഫ് യു സ്റ്റഡി ഫോർ ലോങ്ങർ അവേഴ്സ്. അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, പഠിക്കുന്ന കുട്ടികളല്ലേ, ഞാനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഇത് പറയാം, നിങ്ങൾ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് തായോട്ടാ. നല്ല രീതിയിൽ കുത്തിപ്പിടിച്ചിരുന്ന് നല്ല രീതിയിൽ ഇങ്ങനെ പഠിച്ച് പോയാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. ആണോ? അങ്ങനെയാണോ? പഠിക്കണം, കുത്തിരുന്ന് പഠിക്കണം, വേണ്ടേ? സമയം വേണം, നല്ലോണം പഠിക്കണം. പക്ഷെ എന്താ, വെറുതെ ഒരു 6 മണിക്കൂർ, ഞാൻ 6 മണിക്കൂർ പഠിച്ചിട്ടുണ്ട് എനിക്ക് ഫുൾ ഇട്ടെന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ടീച്ചറോട് പോയി പറയണം, നിങ്ങൾ പറയണം നിങ്ങൾക്ക് മാർക്ക് കുറവെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ പോയി പറയണം, ടീച്ചറേ ഞാനൊരു 7 മണിക്കൂർ പഠിച്ചിട്ടുണ്ട് എനിക്ക് മാർക്ക് കിട്ടുന്നോ എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ശരിക്കും എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ എത്ര സമയം പഠിക്കുന്നു, ഓക്കെ, 1 മണിക്കൂറായാലും അരമണിക്കൂറായാലും 2 മണിക്കൂറായാലും 10 മിനിറ്റ് ആയാലും പഠിക്കുന്നത് പവറായിരിക്കണം. ഓക്കെ, എന്താണോ പഠിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അല്ലേ? ആണല്ലോ, അതെ. അപ്പോൾ നമുക്ക് കോമൺ സെൻസ് നോളജ് വെച്ചിട്ട് എന്താണ് ഇതിൻ്റെ പരിപാടി എന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ. കോമൺ സെൻസ് നോളജ് ദസ് റിലേസ് ഓൺ സ്പെക്കുലേഷൻസ് ആൻഡ് പ്രാക്ടീസസ്. സാമാന്യ ബോധജ്ഞാനം ഇങ്ങനെ ഊഹാപോഹങ്ങളെയും ശീലങ്ങളെയും ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് മെയിനായിട്ട് ഇതെന്താണ്, ഓരോ പ്രാക്ടീസസ് അല്ലെ, ശീലങ്ങൾ, ഊഹാപോഹങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താ മാർക്ക് കിട്ടത്തുള്ളൂ അല്ലേ. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എന്താ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചിരുന്നപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ പേര് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല, ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് അവൻ എക്സാമിന് കയറും മുമ്പ് അവനൊരു ടോപ്പിക്ക് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് അത് വായിച്ച് നോക്കിയിട്ട് അവൻ കയറിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവൻ ആ എക്സാമിനേഷൻ, അതായത് ഇന്റേണൽ എക്സാമിനേഷൻ ആയിരുന്നു, അതിന് ഫുൾ ഔട്ട് ഓഫ് ഫുൾ അവന് കിട്ടിയിട്ടുണ്ട്. അതായത് 15-ൽ 15 തോന്നുന്നുണ്ട്, അവന് 15-ൽ 15 അവന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ആലോചിച്ചോക്കെ, 15 ഔട്ട് ഓഫ് 15 അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവൻ കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചിട്ടാണോ അവനത് കിട്ടിയത്? അല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഓരോ ഊഹാപോഹങ്ങളാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലേ, ഓരോ പ്രാക്ടീസാണ്, ശീലങ്ങളാണ്. പക്ഷേ ഒരിക്കലും എന്താണ് കുറേ സമയം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മൾ എത്രത്തോളം ഇരുന്ന് പഠിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചില്ലെങ്കിൽ വല്ല ഗുണമുണ്ടോ ഗായ്സ്? ഇല്ല. 7 മണിക്കൂർ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു 7 മണിക്കൂർ, എന്നിട്ട് എന്താ പഠിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പഠിക്കുമ്പോൾ എന്താ എത്ര സമയമായാലും 7 ആയാലും 8 ആയാലും 10 ആയാലും 5 ആയാലും 2 ആയാലും 3 ആയാലും ഇത്രയും മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാലും എന്താ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. സെറ്റാണല്ലോ. അപ്പോൾ ഇത്തരം കോമൺ സെൻസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്താ കോമൺ സെൻസ് നോളജ് വെച്ച് പറയുമ്പോൾ ഈ തരം നോളജ് എന്താണ് പ്രധാനമായിട്ടും സ്പെക്കുലേഷൻസും പ്രാക്ടീസസും വെച്ചിട്ടാണ് എന്താ അതിങ്ങനെയാണ് അതിലാണ് കിടക്കുന്നത്. ഓക്കെ, ഈ കോമൺ സെൻസ് നോളജ് ഈ ഒരു കേസിൽ സ്പെക്കുലേഷൻസിനെയും പ്രാക്ടീസസിനെയാണ് എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് എന്താണ് ഇത് ശീലങ്ങൾ വഴി ഊഹാപോഹങ്ങൾ വഴിയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ എന്താണ് പ്രധാനമായിട്ടും ഈ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ, നല്ലോണം സമയം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള കേസൊക്കെ എന്താ ഇത് ഊഹാപോഹങ്ങളെയും അതേപോലെ തന്നെ എന്താണ്
പ്രാക്ടീസസ്, ശീലങ്ങളെ ബേസ് ചെയ്തിരിക്കുന്നതാണ് ഇത്തരം എന്താണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ സെൻസ് നോളജ് എങ്ങനെയാണ്? ഇറ്റ് റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ആൻഡ് പ്രാക്ടീസസ്. ഇത് ഊഹാപോഹങ്ങളെയും ശീലങ്ങളെയും ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ സെൻസ് നോളജിന് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെയാണ്? ഇത് സ്പെക്കുലേഷനെയും പ്രാക്ടീസസിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുള്ളൂ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ്, ടീനേജേഴ്സ് ആർ ഓൾവേസ് റിബലിയസ് ആൻഡ് റെസ്പോൺസിബിൾ. കൗമാരക്കാർ എപ്പോഴും വിമതരും നിരുത്തരവാദ സ്വഭാവമുള്ളവരുമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്തായിരിക്കും ഈ സംഭവം? നമ്മൾ ഈ ടീനേജേഴ്സിന് പറയാറില്ല, ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാറില്ല. ഓക്കെ, ഒരു ഉത്തരവാദിത്വം ഇല്ല. ഓക്കെ, ഇവരുടെ സ്വഭാവം കൂടുതൽ അടിക്കണം എന്നൊക്കെ പറയാറില്ലേ? പറയാറുണ്ട്. ഇതെന്താണ് സംഭവം? ഓക്കെ, അതായത് കുരുത്തം കെട്ടങ്ങൾ പഠിക്കൂല, പറഞ്ഞാലെങ്കിൽ ഇറങ്ങിയോ, കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കോ. ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എന്താ ഈ പറഞ്ഞ ടീനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു 12 കഴിഞ്ഞ് ഒരു 12 വയസ്സ് മുതൽ ഒരു എത്രയാ 18, 19 ഒക്കെ വരെ നമുക്ക് എന്താ ടീനേജേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ആണോ, ശരിയാണോ? ഇവർ ഈ പറഞ്ഞ ഉത്തരവാദിത്തം ഇല്ലാത്ത അല്ലേ കുരുത്തക്കേട് കാണിക്കുന്ന ആൾക്കാരാണോ? ശരിയാണോ? തന്നെ കോമൺ സെൻസ് നോളജ് വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയേ. ആയിരിക്കുമോ? ഇവരിങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ തന്നെ ഉത്തരം പറ. നേരത്തെ നമ്മൾ പറഞ്ഞു, പഠിത്തത്തിൻ്റെ കേസിൽ പറഞ്ഞു അത് പ്രാക്ടീസസ് ആണ് അല്ലെ, ശീലങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഓരോ ഊഹാപോഹം വെച്ചിട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതെങ്ങനെയായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഇതെങ്ങനെയായിരിക്കും എൻ്റെ പരിപാടി? നിങ്ങൾ തന്നെ പറ. സേ ഗായ്സ്, കമൻറ്റ് ചെയ്യൂ ഗായ്സ്. ഇതെങ്ങനെയായിരിക്കും? ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കലുണ്ടാവുള്ളൂ, കമൻസ് ഒന്നും വരലുണ്ടാവില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് കോമൺ സെൻസ് നോളജിലൂടെ പറയാം. എനിക്ക് പറയാനുള്ള കാര്യം തന്നെയാണ് കോമൺ സെൻസ് നോളജിന് പറയാനുള്ളത്. ഓക്കെ, യെസ്, കോമൺ സെൻസ് നോളജിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, എന്താണ് കോമൺ സെൻസ് നോളജിന് പറയാനുള്ളത്? കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൺ ബേസ്ഡ് ഓൺ സ്റ്റീരിയോ ടൈപ്സ്. ഇത്തരത്തിൽ സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് എന്താണ്? വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. എന്താണ് ഈ വാർപ്പ് മാതൃകകൾ? വാട്ട് ഈസ് വാർപ്പ് മാതൃകകൾ? എന്താണ് ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്സ്? ഇതെന്താ സാധനം? ഓക്കെ, ഈ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ഓരോ ധാരണകളാണ് അല്ലേ? കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഓരോ ധാരണകളാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്, വാർപ്പ് മാതൃകകൾ എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ഒരു ലേഡി ആയിരിക്കുള്ളൂ അല്ലേ? ശരിക്കും ഫീമെയിലും മെയിൽസും രണ്ടുപേരും ടീച്ചർ എന്ന് പറഞ്ഞൂടെ? അതുപോലെ സാർ എന്ന് പറഞ്ഞാൽ എന്താ? അതെപ്പോഴും ഒരു മെയിലായിരിക്കും അല്ലെ, ഒരു പുരുഷനായിരിക്കും. പക്ഷെ എന്താ, സാർ എന്ന് പറഞ്ഞാലും ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഈ പറഞ്ഞ മെയിൽ ഫീമെയിൽ വ്യത്യാസങ്ങൾ അവിടെ വരുന്നില്ല. ഓക്കെ, ഫീമെയിൽസിനെ ടീച്ചറിനും മെയിൽസിനെ സാറിനും നമ്മൾ ഒരിക്കലും എന്താ വിളിക്കൂല. അപ്പോൾ എല്ലാവരും എന്താ നമ്മൾ ഈ പറഞ്ഞ ടീച്ചർ എന്നുള്ള രീതിയിൽ വിളിച്ചു കഴിഞ്ഞാലും തെറ്റില്ല. പക്ഷേ ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഓക്കെ എന്താണ് മെയിൽ സ്റ്റാഫിനെ സാറെന്നും അതേപോലെ തന്നെ ഫീമെയിൽ സ്റ്റാഫിനെ എന്താ ടീച്ചേഴ്സ് നമ്മൾ വിളിക്കാറുണ്ട് സ്കൂളിൽ ഇല്ലേ? വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് ഉള്ള ധാരണകൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ എന്താ നാട്ടിലുള്ള അല്ലേ നമ്മൾ ശീലിച്ച് വരുന്ന ധാരണകൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ സ്റ്റീരിയോ ടൈപ്സ് അല്ലെങ്കിൽ എന്താണ് വാർപ്പ് മാതൃകകൾ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സ്റ്റീരിയോ ടൈപ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോമൺ സെൻസ് നോളജ്. ഇവിടെ മെയിനായിട്ട് എന്തിനു ബേസ് ചെയ്തായിരിക്കുന്നത്? സ്റ്റീരിയോ ടൈപ്സ് അല്ലേ, വാർപ്പ് മാതൃകളാണ്. ഇപ്പോൾ ടീനേജേഴ്സ് എന്താണ് ഈ പറഞ്ഞ കുരുത്തക്കെട്ടവന്മാരാണ്, അതേപോലെ ഉത്തരവാദിത്തമില്ലാത്തവരാണെന്നുള്ള കേസൊക്കെ എന്താണ് കാലാകാലങ്ങളായിട്ട് ഈ വാർപ്പ് മാതൃകകളെ അല്ലെ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് നമ്മൾ കേട്ട് വരുന്ന ധാരണകളെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ കോമൺ സെൻസ് നോളജിന് പറയാനുള്ളത് എന്താ? ഇത് സ്റ്റീരിയോ ടൈപ്പിനെ ബേസ് ചെയ്തുള്ളതാണ് അല്ലേ? കാലാകാലമായിട്ട് നമ്മൾ കേട്ട് വരുന്ന എന്താണ് ഓരോ വാർപ്പ് മാതൃകകൾ അല്ലേ, ഓരോരോ ധാരണകൾ അല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇരിക്കുന്നത് എന്നാണ് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പോൾ ഇവിടെ മെയിനായിട്ട് സ്റ്റീരിയോ ടൈപ്സിനെ ബേസ് ചെയ്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റീരിയോ ടൈപ്പിനെ ബേസ് ചെയ്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇരിക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ്, ഈറ്റിംഗ് ടിൽ യു ആർ ഫുൾ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. വയറ് നിറച്ച ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ? ഇത് നിങ്ങളുടെ സെക്ഷനാണ്. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. ഇത് നിങ്ങളുടെ സെക്ഷനാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരം പറയാനായിട്ട് പറ്റുള്ളൂ. ഇതെനിക്ക് ഉത്തരം പറയാനായിട്ട് പറ്റും. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. എന്തായിരിക്കും ഇതിൻ്റെ പരിപാടി? ഈറ്റിംഗ് ടിൽ യു ആർ ഫുൾ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. വയറ് നിറച്ച ആഹാരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഭക്ഷണം എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷേ എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഭക്ഷണം കഴിക്കും.
എനിക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഭക്ഷണം കഴിക്കും. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഈ സാധനം കിട്ടിയെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടാ, എനിക്കൊരു സുഖം ഉണ്ടാവില്ല. ഞാൻ നല്ല രീതിയിൽ ഞാൻ ഭക്ഷണം കഴിക്കും. എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അടിച്ച് പൊളിച്ച് ഭക്ഷണം കഴിക്കും. അതെൻ്റെ ഇഷ്ടം, അതെൻ്റെ സ്വാതന്ത്ര്യം. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതേപോലെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ, നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം എങ്ങനെയായിരിക്കും? നല്ലോണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്താണ് നമുക്ക് ഈ പറഞ്ഞ ആരോഗ്യത്തിന് നല്ലതാണോ? ആണോ അല്ലയോ, ആണോ അല്ലയോ? യെസ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള പ്രധാനമായിട്ടും അസുഖമുള്ള ഭയങ്കര രീതിയിൽ അസുഖങ്ങളൊക്കെ ഉള്ള ആൾ എപ്പോഴും എന്താ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു നിശ്ചിത രീതിയിലുള്ള അളവിലുള്ള ആഹാരം കഴിക്കണമെന്നാണ് ഞാൻ പറയുള്ളൂ. എങ്കിൽ മാത്രമേ ഹെൽത്തിൻ്റെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വയറ് നിറച്ച് ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ എന്താണ് അത് പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, എങ്കിൽ മാത്രമേ ബോഡിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ കോമൺ സെൻസ് നോളജിന് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ശ്രദ്ധിച്ചോ, കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൻ നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് ഒബ്സർവേഷൻ ഓർ സ്റ്റഡീസ്. സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെയോ പഠനങ്ങളിലൂടെയോ അടിസ്ഥാനത്തിലല്ല രൂപീകൃതമാവുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സയന്റിഫിക് സ്റ്റഡി വേണ്ടി വരും, ഒബ്സർവേഷൻ വേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്കിത് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് നോളജാണ്, പക്ഷേ ഇത് ഒരിക്കലും പൂർണ്ണമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂല അല്ലേ. ഇത് നമ്മളെന്താണ് ഈ സ്റ്റീരിയോ ടൈപ്സ് അല്ലേ, പണ്ട് മുതലേ ഉള്ള ധാരണകളാണ്. നല്ലോണം മക്കൾ ഭക്ഷണം കഴിക്കണം, നല്ല കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് ഈ പണ്ട് മുതൽ നമ്മൾ കേട്ട് വരുന്ന പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്താണ് ഇത്തരം കാര്യത്തിൽ സയന്റിഫിക് ആയിട്ട് മെഡിക്കൽ പരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ട് എന്താണ് ഇത് ഈ ഒബ്സർവേഷൻ കാര്യങ്ങൾ ഓക്കെ അതിനെ എന്താണ് ബേസ് ചെയ്തിട്ടല്ല എന്തിരിക്കുന്നത് കോമൺ സെൻസ് നോളജ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യത്തിൽ കോമൺ സെൻസ് നോളജ് വെച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ് കോമൺ സെൻസ് നോളജ് ഒരിക്കലും എന്താ സയന്റിഫിക് ഒബ്സർവേഷനെയും സ്റ്റഡീസിനെയും ബേസ് ചെയ്തല്ല ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്താണ് ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് വരണം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഒബ്സർവേഷൻ വരണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ചുമ്മാ നമുക്ക് കയറി പറയാനായിട്ട് പറ്റൂല. അതുകൊണ്ടാണ് കോമൺ സെൻസ് നോളജ് ഇവിടെ എന്താണ് സയന്റിഫിക് ഒബ്സർവേഷനും സ്റ്റഡീസിനെയും ബേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജസ്റ്റ് ഊഹാപോഹങ്ങൾ, ചിന്തകൾ, എക്സ്പീരിയൻസസ് ഒക്കെയാണ് കോമൺ സെൻസ് നോളജ്. ഇവിടെ എന്താണ് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് സ്റ്റഡി വേണം എന്നാണ് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ബാക്കി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസ് എന്താണ് ഇവിടെ കോമൺ സെൻസ് നോളജ് സയന്റിഫിക് ഒബ്സർവേഷനും സ്റ്റഡീസിനും ബേസ് ചെയ്തല്ല ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഈ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് മക്കൾ കാണാപ്പാടം പഠിക്കേണ്ട, ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ച് തനിയെ എഴുതിയാൽ മതി. അപ്പോൾ കോമൺ സെൻസ് നോളജ് വെച്ച് നമുക്ക് എന്താ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എന്താ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡിങ് ടെമ്പററി ഷെൽട്ടേഴ്സ് ക്യാൻ സോൾവ് ഹൗസിംഗ് പ്രോബ്ലംസ്. താൽക്കാലിക വീടുകൾ നൽകിയാൽ പാർപ്പിടമില്ലായ്മ പരിഹരിക്കാം. ടാസ്ക്കാണ് മച്ചാനെ, വിഷയമാണ് മച്ചാനെ. നമുക്ക് നോക്കാം. Individual problems or complex social problems cannot be understood properly using common sense knowledge. സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെയോ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ. എന്താണ് ഇവിടെ കോമൺ സെൻസ് നോളജ് വെച്ച് ഒരിക്കലും എന്താ നമുക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഭയങ്കര പ്രശ്നമുള്ള പ്രോബ്ലം ഒന്നും എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നം ഓക്കെ അവന് പല പ്രശ്നങ്ങളുണ്ടാവും. അത് കോമൺ സെൻസ് നോളജ് വെച്ച് എന്താ അവന് പ്രാന്ത്, അത് അവനിങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ ഈ വീടിൻ്റെ പ്രശ്നം എന്താ അതൊരു പണിക്ക് പോകാത്തതുകൊണ്ട് അതാണ് ഇതാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വീടില്ലാത്ത ഒരാൾക്ക് അല്ലേ മര്യാദക്ക് ജോലി ചെയ്യേണ്ട വലിയ പൈസ ഇല്ല ഓക്കെ അവർക്ക് അതിനുള്ള മാർഗ്ഗമില്ല എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് എന്താ നാടൻ ശൈലിയിൽ പറയാൻ പറ്റും അല്ലേ. പക്ഷേ ശരിക്കും ഇതിനെന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് നോളജ് വെച്ച് പറയാനായിട്ട് പറ്റൂല എന്നാണ് പറയുന്നത്. സെറ്റല്ലേ? റെഡി അല്ലേ? അപ്പോൾ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി തന്നെ അതിന് വേണ്ടി നടത്തണം. തല ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യണം. വെറുതെ ആലോചിച്ച് പറയാനായിട്ട് നമുക്ക് പറ്റൂല എന്നാണ് മക്കളെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്രയും പ്രോബ്ലംസ് നമുക്ക് കോമൺ സെൻസ് നോളജ് വെച്ച് സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് എന്താണ് പറയാനായിട്ട് പറ്റൂല എന്നാണ് പറയുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ 5 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ദെൻ നോട്ട് ചെയ്ത് വെച്ചോ. Important, very important. Okay, അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ് സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതെൻ്റെ ഒപ്പം ഫോളോ ചെയ്ത് പഠിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് ഇത് പഠിക്കുക. ഓക്കെ, റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ് ശിഥിലമായോ ഊഹാപോഹങ്ങളെയോ എന്താണ് ആശ്രയിക്കുന്നു. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് എന്താണ് ഇതൊരു ഊഹാപോഹങ്ങൾ അല്ലെ ഓരോ പ്രാക്ടീസസ് അല്ലേ
ഇതിനെയാണ് എന്ത് ഈ പറഞ്ഞ ആശ്രയിക്കുന്നത്, കോമൺ സെൻസ് നോളജ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് വെറുതെ ഊഹാപോഹങ്ങളെ ഓരോ പ്രാക്ടീസസിനൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് അല്ലേ, അതിനെയാണ് ആശ്രയിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പല പല പരിമിതികളുണ്ട് അല്ലെ, നമുക്ക് എല്ലാ കാര്യവും ഇത് വെച്ച് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റൂല അല്ലേ. ഊഹാപോഹം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് 50-50 ചാൻസ് ആണ്, ആവാണ്ടിരിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പഠിച്ചു വെച്ചോ, റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, ശിഥിലമായോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൊവൈഡ്സ് ഓൺലി പാർഷ്യൽ നോളേജ്, ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50-50 ആണ് അല്ലേ. അതായത് എന്താ, നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ് കിട്ടൂല. ഓക്കെ, പകുതിയായിട്ടുള്ള അറിവ്, അത് നമ്മൾ ജസ്റ്റ് ചിന്തിച്ചുണ്ടാക്കുന്ന അറിവായിരിക്കും. അപ്പോൾ അതൊരിക്കലും എന്താണ് നല്ലതല്ല. നമുക്കൊരു കാര്യം, ഒരു ഭയങ്കര വലിയ പ്രശ്നമൊക്കെ നടക്കുമ്പോൾ എന്താണ്, ഇത്രയും പകുതിയായിട്ടുള്ള അറിവ് വെച്ച് പോയി കഴിഞ്ഞാൽ നടപടിയാവൂല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആണ്, കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല അല്ലേ. ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രശ്നം ഉണ്ടായി, സമൂഹത്തിൽ ഒരു കുടിവെള്ള പ്രശ്നം, അങ്ങനെ പല പല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതുണ്ടായി, അവിടെ പോയിട്ട് കോമൺ സെൻസ് നോളജ് വെച്ചിട്ട് ഇതാണ്ടാ ഇതാണ്ടാ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇതാണ്ടാ ഇതാണ്ടാ എന്നൊന്നും ഒരിക്കലും പറയാനായിട്ട് പറ്റൂല. നമ്മുടെ ചേച്ചിമാരൊക്കെ പറയൂലേ, അത് ശരിയാണ്ടാടി, കേട്ടില്ലേടി, നീ കണ്ടാടി എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു വലിയൊരു പ്രശ്നം നടക്കുകയാണ്, പോയിട്ട് കോമൺ സെൻസ് നോളജ് വെച്ച് പറയാണ് ഇതാണ്ടാ, ഇതെന്റെ കോമൺ സെൻസ് നോളജ് ആണ്ടാ, ഇത് കറക്റ്റ് ആണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അടിച്ചു വിടുമല്ലോ, അടി അടിക്കും എന്നൊക്കെ അല്ലേ. ഷേപ്പ് അങ്ങനെ പല്ല് അടിച്ചു നോക്കെ, ഷേപ്പ് അങ്ങനെ മാറിപ്പോവും അല്ലേ. അപ്പോൾ അതാണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ പ്രശ്നങ്ങളൊന്നും, അതായത് വളരെ പ്രശ്നമുള്ള ഇഷ്യൂസ് ഒന്നും നമുക്ക് എന്താ ഈ കോമൺ സെൻസ് നോളജ് വെച്ച് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, നോട്ട് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഒബ്സർവേഷൻസ് ഓഫ് സ്റ്റഡീസ്, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളെയോ പഠനങ്ങളെയോ അടിസ്ഥാനമാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ കോമൺ സെൻസ് നോളജ് എന്താണ്, നമ്മൾ ഈ ബുക്കൊക്കെ വെച്ച് പഠിച്ച് റിസർച്ചൊക്കെ നടത്തി കാലാകാലങ്ങളായിട്ടുള്ള ആ ഒരു റിസർച്ച്, അതിൻ്റെ ഒരു സ്റ്റഡി റിസൾട്ടൊക്കെ വെച്ചിട്ടല്ല നമ്മളിവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലേ. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മളിത് വെച്ചിട്ട് ഇതാണ് സംഭവം, ഇതായിരിക്കുള്ളൂ, ഒരു വണ്ടിയൊന്നും വേണം, ശ്രദ്ധയില്ല, അവന് ശ്രദ്ധയില്ല, അതേ നമ്മൾ പറയുള്ളൂ അല്ലേ. അതേപോലെ ഒരു എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അല്ലേ, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള കുറേ ഫൈൻഡിങ്സ് ഉണ്ടാവും അല്ലേ. അത് ശരിയാണെന്നൊന്നുമില്ല, ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ എന്താ കുറേയൊക്കെ ഈ പറഞ്ഞ ഗോസിപ്സ് ആയിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്താണ്, സയൻറ്റിഫിക് ഒബ്സർവേഷനെയും സ്റ്റഡീസിനെയും ബേസ് ചെയ്തല്ല എന്തിരിക്കുന്നതാ നമ്മുടെ കോമൺ സെൻസ് നോളജ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് എ വൺ മെയിൻ ടൈപ്പ് അല്ലെങ്കിൽ മെയിൻ ലിമിറ്റേഷനായിട്ട് എന്താ നമുക്ക് പറയാനായിട്ട് പറ്റും. വൺ ഓഫ് ദ മെയിൻ ലിമിറ്റേഷൻ ആണത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, ബേസ്ഡ് ഇറ്റ്സെൽഫ് ഓൺ സ്റ്റീരിയോടൈപ്സ്, വാർപ്പ് മാതൃകളെ അടിസ്ഥാനമാക്കുന്നു അല്ലേ. കാലാകാലങ്ങളായിട്ടുള്ള ധാരണകൾ അല്ലേ. ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. സാർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാണാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ, വെർബലി നമ്മളങ്ങനെ പറയുന്നെങ്കിലും എന്താണ്, ശരിക്കും എക്കത്തിനും അർത്ഥം വരുന്ന കോമൺ ആയിട്ടുള്ളതാണ്. അതായത് ആൺപെൺ അല്ലെങ്കിൽ എന്താ സ്ത്രീ പുരുഷ വ്യത്യാസം ഇതിന് ശരിക്കും പറഞ്ഞാൽ കൂട്ടുക്കുന്നില്ല. ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ടീച്ചറായിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ഫീമെയിൽസിനെയും മെയിൽസിനെയും ടീച്ചർ എന്ന് പറയുന്നത് എന്താ നമ്മൾ അത് അഭിസംബോധന ചെയ്യാറുള്ളൂ. അതേപോലെ നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, തലയിൽ മറ്റേതൊക്കെ വെച്ചിട്ട് ഒരു സ്ത്രീ ആണ് നമ്മുടെ എന്താ ഒരു ഉള്ളിലുണ്ടാവുക അല്ലേ. ശരിക്കും നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മെയിൽസും ചെയ്യാറുണ്ട് അല്ലേ. പൈലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു മെയിൽ അല്ലേ, ഒരു പുരുഷനെ നമ്മുടെ ഉള്ളിൽ വരിക അല്ലേ. അപ്പോൾ ശരിക്കും പൈലറ്റ് ശരിക്കും എന്താ ലേഡീസ് ആവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, സ്റ്റീരിയോ ടൈപ്സ് അല്ലേ, വാർപ്പ് മാതൃകളല്ലേ അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്താണ് ഉള്ള ധാരണകളുണ്ടല്ലോ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, വാർപ്പ് മാതൃകൾ അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് പ്രധാനമായിട്ട് മാറിയിരിക്കുന്നത് കോമൺ സെൻസ് നോളജ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും അതിനെ നമ്മൾ കൂടാതെ മച്ചാ. അപ്പോൾ അങ്ങനെ എന്താ പൂർണ്ണമായിട്ട് നമുക്കതിൽ എന്താ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താ ഇതിന് ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ ഒരു വട്ടം ഇപ്പോൾ ഇത് വായിക്കും, അതിനോടൊപ്പം തന്നെ വായിച്ച് സെറ്റായിട്ട് ഇപ്പോൾ തന്നെ പഠിക്കുക. ഓക്കെ, നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ആണ് എന്താ, റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, ശിഥിലമായോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു. ദെൻ പ്രൊവൈഡ്സ് ഓൺലി പാർഷ്യൽ നോളജ്, ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. ദെൻ കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്, സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ദെൻ ബേസ്ഡ് ഇറ്റ്സെൽഫ് ഓൺ സ്റ്റീരിയോടൈപ്സ്, വാർപ്പ് മാതൃകളെ അടിസ്ഥാനമാക്കുന്നു. ദെൻ നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് ഒബ്സർവേഷൻസ് ഓഫ് സ്റ്റഡീസ്, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളെയോ പഠനങ്ങളെയോ അടിസ്ഥാനമാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ്. ഇത് മാക്സിമം 5 എണ്ണം തന്നെ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2 or 3 പഠിച്ചിട്ട് കാര്യമില്ല, ഫുള്ള് തന്നെ പഠിക്കണം. ചിലപ്പോൾ 5 മാർക്ക് 4 മാർക്കിന് ചോദിച്ചാലോ എങ്ങാനും വന്നാലോ അപ്പം എഴുതാലോ. യെസ്, ഓക്കെ റെഡി. അപ്പോൾ നമ്മുടെ കോമൺ സെൻസിൻ്റെ സെക്ഷൻ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
അപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വഴി ഇൻട്രാക്ഷൻസ് വഴി കിട്ടുന്ന അറിവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോമൺ സെൻസ് നോളജ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇതിലൂടെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഗ്ലാസ് നിലത്ത് കഴിഞ്ഞാൽ പൊട്ടും, തീ കത്ത് പിടിക്കും എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മൾ എന്താണ് ബുക്കിൽ എഴുതി പഠിച്ച് ഗ്ലാസ് നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടും പൊട്ടും എന്ന് എഴുതി പഠിച്ച് കിട്ടുന്നല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ സെൻസ് നോളജിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചേട്ടൻ്റെ പേരാണ് സോഷ്യൽ അനാലിസിസ്, സാമൂഹിക വിശകലനം. ഇവനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. യെസ് ഓക്കെ. അതിന് മുമ്പ് ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ കേട്ടോ. ഓക്കെ, വെള്ളം കുടിച്ചോട്ടെ. നിങ്ങളും ഇത്തിരി വെള്ളം കുടിക്കൂ. ഇത്ര നേരം എൻ്റെ കത്തിവെപ്പ് കേട്ടതല്ലേ അല്ലേ? ഓക്കെ, വെള്ളമൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആയിട്ട് ചില്ലായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ അടുത്ത സാധനം സെറ്റാക്കി തരാം. ഓക്കെ, ഓക്കെ യെസ്. അപ്പോൾ എന്താണ് സോഷ്യൽ അനാലിസിസ് എന്ന് നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇതും നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ എക്സാമിനേഷന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സാമൂഹിക വിശകലനം അല്ലെങ്കിൽ സോഷ്യൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോഷ്യൽ അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് examining how social relationships, social institutions, social structures and social problems affect individuals and society. സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം. അതായത് സാമൂഹിക ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻസ് നമുക്ക് ഒരുപാടുണ്ട്. സാമൂഹിക സ്ഥാപനങ്ങൾ അല്ലേ, ഇപ്പം നമ്മുടെ സ്കൂൾ വരും. ഓക്കെ, നമ്മുടെ എന്താണ് ഫാമിലി നമുക്ക് അതിന് പറയാൻ പറ്റും. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങൾ അല്ലെ, സാമൂഹിക ഘടനകൾ, സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോർട്ട് ആ പരിപാടിയൊക്കെ അതിനകത്ത് വരും. അപ്പോൾ അതേപോലെ സോഷ്യൽ പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നങ്ങൾ എന്താ നമ്മുടെ സോഷ്യലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു സൊസൈറ്റീനെയും ഇൻഡിവിജ്വൽസിനെയും അഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്നത്? ഒരു ഇൻഡിവിജ്വലിനെയും സൊസൈറ്റീനെയും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെയെല്ലാം ഈ പറഞ്ഞ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ റിലേഷൻഷിപ്സും ഈ പ്രോബ്ലംസൊക്കെ ഈ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി അവനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, സമൂഹം ആ സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ, സ്റ്റഡി, റിസർച്ച് ഇതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? സോഷ്യൽ അനാലിസിസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? സോഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ സാമൂഹിക വിശകലനം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ട്രക്ചേഴ്സ്, പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയാണ് ഇൻഡിവിജ്വൽസ്, അതായത് വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹം, സൊസൈറ്റി ഇവരെയൊക്കെ ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അല്ലേ, അല്ലെങ്കിൽ റിസർച്ച് അല്ലെങ്കിൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ വിശകലനം, ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? സോഷ്യൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ റൗണ്ട് ചെയ്ത ചേട്ടന്മാർ, ഈ റൗണ്ട് ചെയ്ത ഈ ചേട്ടന്മാർ, ഇവന്മാരൊക്കെ എങ്ങനെയാണ് ഇതേ ഈ ഇൻഡിവിജ്വലിനെ സൊസൈറ്റീനെ ബാധിക്കുന്നത്? അത് നമ്മൾ പഠിക്കൂലേ? അതാണ് എന്ത്? സോഷ്യൽ അനാലിസിസ്. കഴിഞ്ഞു. Then social analysis helps us to develop a deeper understanding of the factors that influence various social situations and provide suggestions for their improvement. സാമൂഹിക വിശകലനത്തിലൂടെ വിവിധ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നു. അതായത് മെയിനായിട്ട് ഇതിലൂടെ ഉണ്ടല്ലോ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് സ്വാധീനിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതുമായിട്ട് ആഴത്തിൽ അല്ലെങ്കിൽ അവിടെ ഡീപ്ലി എന്തൊക്കെ കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് ഒരു വിവരണം അല്ലെങ്കിൽ ഒരു അവയർനെസ്, അവബോധം, ഈ കാര്യമൊക്കെ നല്ല രീതിയിൽ നമുക്ക് തരും. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് മെച്ചപ്പെടുത്താനായിട്ട് പറ്റുക, അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കേസ് എന്താ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് പറഞ്ഞാലും സോഷ്യൽ അനാലിസിസ് പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രശ്നം സമൂഹത്തിലുണ്ടായി, നല്ല രീതിയിലൊരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് കരകയറി പോകാനായിട്ട് പറ്റും? ഓക്കെ, എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കാനുള്ള വഴി എന്താണ് എന്ന് ആര് നമുക്ക് പറഞ്ഞു തരും? സോഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ സാമൂഹിക വിശകലനം നമുക്ക് എന്താ നല്ല രീതിയിൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ അതിനുള്ള എല്ലാ മെത്തേഡ്സും എല്ലാ മെഡിസിൻസും ആരെയിലുണ്ട്? സോഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു ചേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡീപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സാധിക്കും. അതേപോലെ തന്നെ അതിനെക്കുറിച്ചൊരു അവബോധം അല്ലേ, ആ ഒരു എന്താ ആ ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ അനാലിസിസ് തരും. അതേപോലെ തന്നെ എന്തെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള കേസും ഡീറ്റെയിൽ ആയിട്ട് ആരും നമുക്ക് പറഞ്ഞു തരും? സോഷ്യൽ അനാലിസിസ് പറഞ്ഞു തരും. യെസ്, സെറ്റാണെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനും കൂടി മക്കളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, യെസ്, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ, കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ജസ്റ്റ് വൺ ടൈം അല്ലെങ്കിൽ ഒരു വട്ടം ഒന്ന്
വായിച്ച് ഒന്ന് തഴുകി വിട്ടേക്കാം. യെസ്. ദെൻ ആരാ ഇവൻ്റെ പേരെന്താ? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം. ഇത് തിയറി ആയിട്ട് നമുക്ക് പഠിക്കാം. അതിക്ക് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെത്തായി. ഓക്കെ, ലുക്കൊക്കെ അല്ലേ കാണാനായിട്ട്, മുടിയൊക്കെ ഈരി സെറ്റായിട്ട് ഊതി ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാല്ലേ, ഇതൊക്കെ ഫിക്സ് ചെയ്ത് സെറ്റായിട്ട് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് മുടി ഇങ്ങനെ പോലെ രാവിലെ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് എൻ്റെ വണ്ടിയുടെ കീ എടുത്ത് ഇങ്ങനെ പോയിട്ട് എന്താ കീ ഓണാക്കി എന്ന് പറഞ്ഞ് വണ്ടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് പെട്ടെന്ന് എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി. ഓക്കെ, സ്പോട്ടിൽ ഞാൻ ചോദിക്കുകയാണ്, എന്തായിരിക്കും പ്രശ്നം? കമൻറ്റ് ചെയ്യും. എന്തായിരിക്കും പ്രശ്നം? കമൻറ്റ് എടുത്ത വായിക്ക്. ഇത് സാറിൻ്റെ പ്രശ്നം. സാറ് ആരെങ്കിലും വായി നോക്കി വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. സാറിന് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. സാറിൻ്റെ പ്രശ്നം കാരണമാണ്. ഇത് അപ്പുറത്തെ എൻ്റെ അപ്പുറത്തെ ചേച്ചിമാർ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറേ CCTVs ഉണ്ടല്ലോ, ഇവരൊക്കെ മെയിനായിട്ട് ഇങ്ങനെ പറയുള്ളൂ, ആ ചെറുക്കന് എപ്പോൾ നോക്കിയാലും സ്പീഡിലാണ് പോകുള്ളൂ, ആ ചെറുക്കന് ഒരു ശ്രദ്ധയില്ല, അവന് വണ്ടി ഓടിക്കാൻ അറിയാൻ പറഞ്ഞു, അവൻ വണ്ടി ഓടിച്ച് പോകണമെന്നൊക്കെ പറയും അല്ലേ. ഇതൊക്കെ കോമൺ സെൻസ് നോളജിൻ്റെ ഭാഗമാണ് അല്ലേ? അതെ. പക്ഷേ ഞാൻ വണ്ടിയിൽ നിന്ന് അവിടെ ആക്സിഡൻ്റ് ആവാനായിട്ട് ഒരു പട്ടി വട്ടം ചാടിയതായിക്കൂടെ, ഒരു പൂച്ച വട്ടം ചാടിയതായിക്കൂടെ അല്ലേ, ട്രാഫിക്കിൻ്റെ പ്രോബ്ലം ആയിക്കൂടെ. ഓക്കെ, അതേപോലെ തന്നെ ആരെങ്കിലും വട്ടം വന്നായിക്കൂടെ, ഏതെങ്കിലും വണ്ടി എന്താണ് ഈ പറഞ്ഞ സിഗ്നൽ തെറ്റിച്ചായിക്കൂടെ ആയിക്കൂടെ, വണ്ടി ഏതെങ്കിലും റോങ് സൈഡിൽ വന്നായിക്കൂടെ അല്ലേ, ജനങ്ങൾ ഭയങ്കരമായിട്ട് കൂടിയതിൻ്റെ പ്രശ്നമായിക്കൂടെ ആയിക്കൂടെ. അങ്ങനെ എൻ്റെ ആ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ പ്രശ്നത്തിന് പല കാരണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഒരു പ്രശ്നത്തിന് നല്ല കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന കോൺസെപ്റ്റാണ് ഇത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് വീണത് എൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞ് അവിടെ തീരുമാനിച്ചു പോയെങ്കിൽ കോമൺ സെൻസ് നോളജാണ് അല്ലേ. പക്ഷേ ഞാൻ ഇവിടെ വീഴാൻ കാരണം പ്രധാനമായിട്ടും എന്താ, ഈ പറഞ്ഞ പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ആവാമെന്ന് പറയുന്നതാണ് എന്താ, നമ്മുടെ ഈ പറഞ്ഞ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം. സെറ്റല്ലേ കുഞ്ഞുങ്ങളെ? റെഡി അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ, യെസ്. നീ എൻ്റെ തിയറി നോക്കണമല്ലോ. Okay, sociological imagination is a skill to identify and analyze how individual problems are related to broader social structures. വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹ ശാസ്ത്ര സങ്കല്പം അല്ലേ. ഒരാളുടെ പ്രശ്നം, വ്യക്തിയുടെ പ്രശ്നം, ആക്സിഡന്റ് ആവാൻ പല പ്രശ്നങ്ങളാവും അല്ലേ, അതെങ്ങനെയാണ് സമൂഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം എന്താണ്. ഓക്കെ, ഒരു സംഭവത്തിന് പല കാരണങ്ങൾ, യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം എന്താണ്, ഓക്കെ, എന്താണത് സംഭവിക്കാനായിട്ട് പ്രധാനപ്പെട്ട കാരണം എന്നുള്ള പോലത്തെ ഡീറ്റെയിലിംഗ് പക്കയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്കില്ലാണ് എന്ത്, നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സെയിം കാര്യം തന്നെ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പരിപാടിയാണ് എന്താ, നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതൊരു സ്കില്ലാണ് അല്ലേ, അതൊരു നമ്മൾ ബുദ്ധി വെച്ച് കണ്ടുപിടിക്കേണ്ട സ്കില്ലാണ്. കൃത്യമായിട്ടുള്ള നോളജ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്കില്ലാണ്. നോളജ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ കോമൺ സെൻസ് നോളജ് അല്ല, അല്ലാതെ നമുക്ക് കിട്ടുന്ന, നമ്മളെന്താ പഠിച്ച് നേടുന്ന, അല്ലെങ്കിൽ പല റിസർച്ചൊക്കെ വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നേടുന്ന അറിവുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ടും എന്തിനെ ഹെൽപ്പ് ചെയ്യും? സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ ഇവിടെ ആ ഒരു പരിപാടി, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ഇമാജിനേഷനിൽ പറയുന്ന ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, സ്കില്ല് വെച്ചിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷനുള്ള ഒരു പ്രോസസ്സിന് ഇതൊക്കെ എന്താ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കൾ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതൊരു സ്കില്ലാണ് അല്ലേ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ പ്രശ്നം നമ്മുടെ സോഷ്യലി അല്ലെ സമൂഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു പരിപാടിയാണ് ഏത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് മനസ്സിലാക്കുന്ന പരിപാടിയാണ് ഏത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ ഒന്നുകൂടി സാറ് പറയാം, ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് എന്താണ് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്കില്ല് അല്ലേ, സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു സ്കില്ലാണെന്ത്, നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഒരു നൈപുണിയാണെന്ത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ ഒരു വട്ടം കൂടി ഞാൻ വായിക്കാം, എല്ലാവരും എൻ്റെ ഒപ്പം ഉറക്കെ അവിടെ ഇരുന്ന് വായിക്കാം. ഞാൻ പറയുന്നു, നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാം. അപ്പോൾ ഇതിനൊപ്പം ഇത് അണ്ടർലൈൻ ചെയ്ത് പോവാം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ is a skill to identify and analyze how individual problems are related to broader social structures. വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം. മനസ്സിലായല്ലോ? ഒരു പ്രശ്നം എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിനെ ബാധിച്ചിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യൂലേ, കണ്ടുപിടിക്കൂലേ. അപ്പോൾ ആ ഒരു സ്കില്ലാണ് എന്ത്, സമൂഹശാസ്ത്ര സങ്കല്പം. ഓക്കെ, റെഡി.
യെസ്. ഇനി നെക്സ്റ്റ് ഇത് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ 2 പോയിന്റ്സിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഒന്ന് മെയിനായിട്ട് എന്താ ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ മെയിനായിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ, ഇത് പ്രധാനമായിട്ടും എന്താണ് ഈ സാധനം ആദ്യമായി അവതരിപ്പിക്കുന്നത് ആരാണ്? അമേരിക്കൻ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് റൈറ്റ് മില്ലാണ്. ആരാണ്? അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് റൈറ്റ് മില്ലാണ്. ഓക്കെ, എന്തിലൂടെ? അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ 1959 ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ. ഓക്കെ, ആ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്ര സങ്കല്പമാണല്ലോ, നമുക്കറിയാലോ അല്ലേ. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു ബുക്കിലൂടെയാണ് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് റൈറ്റ്സ് മില്ലാണ് എന്ത് ഈ പറഞ്ഞ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആദ്യമായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ചാൾസ് റൈറ്റ് മിൽസ്. ആരാണ്? ചാൾസ് റൈറ്റ് മിൽസ്. ഓക്കെ, സെറ്റാണല്ലോ. ഏത് വർഷം? 1959. എന്തിലൂടെ? അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ. സെറ്റാണല്ലോ. ഒന്ന് എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. യെസ്. Then he proposed this concept as a skill that helps to see individual problems as part of the wider social structure. വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു നൈപുണ്യമായിട്ടാണ് അദ്ദേഹം ഈ സങ്കല്പനം മുമ്പോട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂടാ. നമ്മുടെ ഒരാളുടെ പ്രശ്നം, ഒരു വ്യക്തിഗത പ്രശ്നം അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, വിശാലമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്താണ് പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കില്ലായിട്ട് അല്ലേ, സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ സഹായിക്കുന്ന ഒരു സ്കില്ലായിട്ട് ഒരു നൈപുണ്യമായിട്ടാണ് അദ്ദേഹം എന്ത് മുമ്പോട്ട് വെച്ചത്? ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ മുമ്പോട്ട് വെച്ചത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ദെൻ മെയിൻ ആയിട്ട് ദ സോഷ്യൽ കോസസ് ബിഹൈൻഡ് ഓൾ പേഴ്സണൽ പ്രോബ്ലംസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട്, ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പല പല കാരണങ്ങളുണ്ട് അല്ലെ. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തിലൂടെ പറ്റും? സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ പറ്റും. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നമ്മളൊന്ന് ഓർത്ത് മനസ്സിലാക്കി വെച്ചാൽ മതി. മെയിനായിട്ട് ആ ഫസ്റ്റ് പോയിന്റ് പഠിക്കുക കേട്ടോ. അതിൽ ആരാണ് കണ്ടുപിടിച്ചെന്നുള്ള കേസ് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഹെൽപ്സ് us to understand how social structures influence our lives and that of others. സാമൂഹിക ഘടനകൾ എങ്ങനെയാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഘടനകളുണ്ട് നമുക്ക്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മളെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഓക്കെ, എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും അതേപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഈ പറഞ്ഞ സാമൂഹിക ഘടനകൾ സോഷ്യൽ സ്ട്രക്ചേഴ്സ് കൊണ്ടുവരും എന്ന് മനസ്സിലാക്കി തരാനായിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. Then next, sociological imagination enables individuals to move beyond their life situations and view their experiences and personal problems in the context of a broader social structure. വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവത്തെയും ജീവിതാവസ്ഥയും നോക്കിക്കാണാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. എനിക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പുറത്ത് കടക്കാനും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം അനുഭവം, നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസും അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്, എന്താണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യണം എന്ന് നോക്കിക്കാണാനുമായിട്ട് നമ്മളെ സഹായിക്കുന്ന ചേട്ടനാണ് ആര്? സമൂഹശാസ്ത്ര സങ്കല്പം. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ശരിക്കും അവൻ്റെ പ്രശ്നം എന്താണ് സ്വന്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാനും സ്വന്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുമായിട്ടുള്ള എല്ലാ പരിപാടിയും ആര് ചെയ്തു തരും? സമൂഹശാസ്ത്ര സങ്കല്പം അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ചെയ്തു തരും എന്നാണ് പറയുന്നത്. Then the sociological imagination envisages a way of identifying individual problems and their causes and explaining them by subjecting them to wider observational analysis. സാമൂഹിക ഭാവന, സാമൂഹിക പ്രശ്നങ്ങളെയും അവയുടെ കാരണങ്ങളെയും തിരിച്ചറിയുന്നതിനും സൂക്ഷ്മമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കാനുള്ള ഒരു മാർഗം വിഭാവന ചെയ്യുന്നു. അതായത് മെയിനായിട്ടാണ് ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം, അതുപോലെ വ്യക്തിയുടെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഭയങ്കര വലിയൊരു പ്രശ്നം വന്നേക്കാണ്. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും എന്ന് വിചാരിക്കുക അല്ലേ, ഒരു കാരണം ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റും. അത് സൂക്ഷ്മമായിട്ട് അതിൻ്റെ ഇഞ്ച് ബൈ ഇഞ്ച് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്താണ് മനസ്സിലാക്കി തരും അല്ലേ, നല്ല രീതിയിൽ മനസ്സിലാക്കി തരും. അതിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് സെറ്റാക്കി എന്താണ് കാര്യം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അല്ലേ. അപ്പോൾ അതിനൊരു മാർഗം, ഒരു മെത്തേഡ് എന്താണ്
എന്താണ് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമുക്ക് തരുമെന്നാണ് പറയുന്നത്. എന്ത് വഴി പോയി കഴിഞ്ഞാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും, എങ്ങനെ പഠിക്കാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞുതരും? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറഞ്ഞുതരും. ഇതൊക്കെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് പിന്നെയും വരുന്നത്. ഇത് മനസ്സിലാക്കി ഞാൻ ഈ പറയുന്നത് കഥ പോലെ കേട്ട് സെറ്റാക്കി വെച്ച് വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മേജർ സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി കിടക്കാനായിട്ട് പോകുന്നത്. ഏകദേശം ഈ ചാപ്റ്റർ കഴിയാറായി. ഈ ഒരു ഏരിയ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ ഏകദേശം എൻഡ് ആവും. അതിനുശേഷം ഒരു കുഞ്ഞു ടോപ്പിക് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഓവറാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവരെയും ഇനിയും എനർജറ്റിക് ആയിട്ട് കുറച്ച് സമയം കൂടി കേൾക്കാനായിട്ട് ഞാൻ പറയുകയാണ്. വേറൊന്നുമില്ല, ഈ ചാപ്റ്റർ സെറ്റ് ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വരുന്ന എക്സാമിനേഷന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു 90% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹ ശാസ്ത്ര സങ്കല്പത്തിൻ്റെ എന്താണ് സവിശേഷതകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് ഒരു 5 സ്റ്റാർ ഇട്ട് വെച്ചോട്ടെ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി ഇതിൻ്റെ പേര്, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് ഈ പേരൊക്കെ ഒന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അങ്ങ് പഠിക്കും. അതിനുശേഷം ഓരോന്നും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ എന്താണ് സവിശേഷതകളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, വിശാലമായ വ്യക്തിഗത വീക്ഷണം. സെക്കൻഡ് വരുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കൽ. മൂന്നാമത് വരുന്നതാണ് സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം. നാലാമത് വരുന്നതാണ് എംപത്തി ആൻഡ് ടോളറൻസ്, അനുതാപവും സഹിഷ്ണുതയും. പിന്നെ വരുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകത ചിന്ത. ദെൻ ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതൊന്ന് വായിക്കുക. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, വിശാലമായ വ്യക്തിഗത വീക്ഷണം. ഇത് കണ്ട ഒരു ആക്സിഡൻ്റ് ആണ് ഇവിടെ. നോക്കി, ചേട്ടൻ എടുക്കണ കണ്ട നിങ്ങൾ, ചോര അല്ലേ, അദ്ദേഹത്തിൻ്റെ പേഴ്സ് പോയി, ബുക്ക് പോയി, ആൾക്കാർ സഹായിക്കുന്നു, അവിടെ കാറ് ചമ്മന്തിയായി പോയിട്ടുണ്ട് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, എടുത്ത വായിക്ക് ചോദിക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിച്ചില്ല എന്നാ പറയുള്ളൂ അല്ലേ. അങ്ങനെ പറയുകയാണെങ്കിൽ കോമൺ സെൻസ് ആണ്. മെയിനായിട്ട് ഈ ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ പറയാനുള്ളത് എന്താ, പേഴ്സണൽ പ്രോബ്ലംസ് അല്ലേ. ഓരോ പ്രോബ്ലത്തിന് എന്താണ് പ്രധാനമായിട്ടും സോഷ്യലി അതിന് കോസസ് ഉണ്ടാവും അല്ലേ. ഓരോ പ്രോബ്ലത്തിനും എന്താ വ്യക്തമായിട്ടുള്ള എന്താണ് കാരണങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ പ്രോബ്ലം, ഓരോ പ്രശ്നങ്ങൾക്ക് എന്താണ് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശാലമായ വ്യക്തിഗത വീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം നടക്കുകയാണ് അല്ലേ, അതിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് പേഴ്സണൽ പ്രോബ്ലംസ് ആണ് അല്ലേ. അപ്പോൾ ഇത് മെയിനായിട്ട് എന്താണ്, ഇത് ഒരാളുടെ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കില്ല അല്ലേ, പല പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് പല സോഷ്യൽ കോസസ് ഉണ്ടാവും, സാമൂഹികപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും അല്ലേ. പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാൾ ഇവിടെ എന്താണ് വീണ് വണ്ടി ഇടിച്ച് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ പേഴ്സണൽ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഇയാളൊരു പ്രശ്നത്തിന് എന്താ പല കാരണങ്ങൾ അല്ലേ, സോഷ്യൽ കോസസ് ഉണ്ടാവും, സാമൂഹികപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും അല്ലേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ അല്ലേ. വണ്ടി ഇടിച്ചു അല്ലേ, വണ്ടി ഇടിക്കാനായിട്ട് ഇയാൾ മാത്രമായിരിക്കില്ല, പല കാരണങ്ങൾ ഇതിന് ഉണ്ടാവും അല്ലേ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, വിശാലമായ വ്യക്തിഗത വീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റാണല്ലോ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം അല്ലേ. അത് അയാളുടെ പ്രശ്നം കൊണ്ടാണ്, നമ്മൾ എപ്പോഴും പറയുന്നത് അയാളുടെ പ്രശ്നം എന്നാണ് അല്ലേ. പക്ഷെ അയാളുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, പല സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവും അല്ലേ, പല കാരണങ്ങളുണ്ടാവും. അതാണ് ഈ ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്, വിശാലമായ വ്യക്തിഗത വീക്ഷണം. അപ്പോൾ ഒരു പ്രശ്നം ഒരാൾക്ക് ഉണ്ടാവുമ്പോൾ എന്താണ്, നല്ല രീതിയിൽ അത് നമ്മൾ അനലൈസ് ചെയ്യണം, അതിന് പല കാരണങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. യെസ്. അപ്പോൾ ഇതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മെയിനായിട്ട് ഈ കീ പോയിന്റ് പഠിച്ചു വെക്കുക. യെസ്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുക. ഇത് കണ്ടില്ലേ, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് എത്ര ആൾക്കാർ പണി എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എന്താണ് ഒരു അനാലിസിസ് ആണ് ഈ പറഞ്ഞ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2017-2023 ഇന്ത്യയിലത്തെ ജെൻഡർ സ്റ്റാറ്റസ് ആണ് ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് പ്രകാരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആരാ? ഇവിടെ എല്ലാ വർഷവും എന്താണ്, മെയിൽസ് ആണ് അല്ലേ. എല്ലാ വർഷവും ആരാണ്, നമ്മുടെ ഈ മെയിൽസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ജോലി ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നത് അല്ലേ.
അല്ലേ? അപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എല്ലാത്തിനും മെയിൽസാണ് അല്ലേ? ഇവിടെ എന്താ കുറവാണ്, എല്ലാവരും കുറവാണ്. അപ്പോൾ എന്താണ് കാരണം? പ്രധാനമായിട്ടും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ്, സ്ത്രീകളോ ഒരു പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത കാരണം അല്ലേ, അവർക്ക് മടി, ജോലിനായിട്ട് പോകാൻ പറ്റാത്ത അല്ലേ? ഇത് കോമൺ സെൻസ് ആണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ശരിക്കും എന്താണ്, ഇവർക്ക് അവസരം കിട്ടാത്തായിക്കൂടെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോലിക്ക് പോകാനായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് എന്താണ് പെൺകുട്ടികളുണ്ടാവും. ഓക്കെ, കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നീ ഇനി പണിക്ക് പോകണ്ട, വീട്ടിൽ എൻ്റെ കുട്ടികളുടെയും വീട്ടിലെയും കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ സ്ത്രീയുടെ പ്രഷേർഡാവാണ് അല്ലേ? ആ സ്ത്രീക്ക് വല്ല സ്ഥലത്തും പോകാനായിട്ട് പറ്റുമോ, വല്ല ജോലിക്കും നല്ല രീതിയിൽ പോകാൻ പറ്റുമോ? പഠിപ്പുണ്ടായിട്ടും വീട്ടു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം പേഴ്സണലി. ഓക്കെ, കുറേ ലീവിങ് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് കാരണം കൂടെ ആയിരിക്കുമല്ലോ ഈ പറഞ്ഞ എന്താ ഇവരുടെ റേറ്റ് അല്ലെങ്കിൽ അവരുടെ ആ റേഷ്യോ കുറയാനായിട്ടുള്ള ഒരു എന്താ കാരണം, അങ്ങനെ ആയിക്കൂടെ? ഓക്കെ, അവരുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, അവർക്ക് പറ്റാത്തതാണെങ്കിലോ, അവരെ സമ്മതിക്കാത്താണെങ്കിലോ, അവർക്ക് അവസരം കിട്ടാത്തതാണെങ്കിലോ, അവരെ തഴയുന്നതാണെങ്കിലോ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റേറ്റ് കുറയൂലേ? യെസ് ഓർ നോ? കമൻറ്റ് കുറയൂലേ? കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മളിത് കാണുമ്പോൾ എന്താ, ഇതിവർ പണിക്ക് പോകാത്തത് ഇവർക്ക് മടി എന്നല്ലേ പറയുള്ളൂ അല്ലേ? അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ പെൺകുട്ടികളെ വിടാത്താണെങ്കിലോ, അവർ അനുഭവിക്കാത്താണെങ്കിലോ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, നീ ഇവിടെ ജീവിച്ചാൽ മതി, ഞാൻ പറയണ കേട്ട്, ഞാനും പൈസ ജോലിക്ക് പോകണ്ടല്ല അല്ലേ, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അല്ലേ, അപ്പോൾ ഞാൻ പറയണ കേട്ട് എൻ്റെ ഭാര്യയാണെങ്കിൽ നീ ഇവിടെ ജീവിച്ചാൽ മതി കേട്ടല്ലേ, അല്ലെങ്കിൽ ഇറങ്ങിക്കോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലോ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയുന്ന സെക്കൻഡ് പോയിന്റ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുക അല്ലേ? ഇവിടെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാം. സെറ്റ്. ദെൻ തേർഡ് പോയിന്റ്, സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം. ദ എബിലിറ്റി ടു ക്രിറ്റിക്കലി ഇവാലുവേറ്റ്സ് വൺസ് ഓൺ ഡിസിഷൻ. നമ്മൾ എടുത്ത ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കണം, നമ്മളതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം, നമ്മളതിനെ വിമർശിക്കണം അല്ലേ? എന്നെങ്കിൽ മാത്രമേ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ ഒരാളുടെ ഫോട്ടോ കാണിച്ചു തരാം. ധോണി 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 MSD കേൾക്കാറില്ലേ? കണ്ടാ, ഈ മനുഷ്യൻ ചില്ലറക്കാരനല്ല. ഓക്കെ, ധോണിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയനൊരു വലിയ ധോണി ഫാനാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സച്ചിൻ ഫാനാണ്. ധോണി എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ ധോണി ഫാൻസ് ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഒരുപാട് ധോണി ഫാൻസ് എനിക്കറിയാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് ധോണി ഫാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ധോണിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ധോണി ക്രിക്കറ്റ് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. ആദ്യം ഇദ്ദേഹം ഒരു ഗോൾ കീപ്പർ ആയിരുന്നു. ഓക്കെ, ചെറുപ്പത്തിൽ. അതിനുശേഷം ക്രിക്കറ്റിലേക്ക് വന്നു. ക്രിക്കറ്റ് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവനായിട്ട് മാറുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഇദ്ദേഹം ഒന്നാണ് ടിക്കറ്റ് കളക്ടറായിട്ട് ജോലിക്ക് കയറാണ്. ഇവിടെയാണ് ടിക്കറ്റ് കളക്ടറായിട്ട് ജോലിക്ക് കയറാണ് നമ്മുടെ റെയിൽവേസിൽ. ഓക്കെ, അപ്പോഴെന്താണ് ഉള്ളിൽ ക്രിക്കറ്റാണ്. വീട്ടിൽ അച്ഛൻ അച്ഛൻ വഴക്ക് പറയുന്ന കാരണമാണ് ജോലിക്ക് കയറിയേക്കുന്നത്. ഓക്കെ, എന്നിട്ട് പുള്ളി എന്താണ് നമ്മുടെ സിനിമയിൽ MS ധോണിയുടെ ഒരു അൺടോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായി, അത് കാണിക്കുന്നുണ്ട്. ട്രെയിൻ പോകുമ്പോൾ ധോണി ഒക്കെ കേൾക്കുമ്പോൾ ഗൂസ് ബംസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പുള്ളി സ്വയം തിരിച്ചറിയാണ് എന്താണ്, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കളക്ടിങ് അല്ല, ഐ വാണ്ട് ടു ബി എ ക്രിക്കറ്റർ എന്ന് പുള്ളി സ്വയം തിരിച്ചറിയാണ്. സ്വന്തമായിട്ട് പുള്ളിയുടെ ഡിസിഷനെ പുള്ളി ഓവർകം ചെയ്യാണ് അല്ലേ? ആ ടിക്കറ്റ് കളക്ടർ ആവാന്നുള്ളത് ആ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആയതാണ്. അതിനെ ഓവർകം ചെയ്ത് ക്രിക്കറ്റർ ആവാനായിട്ട് ഇറങ്ങി പുറപ്പെടാണ്. ഒരു ഉറപ്പില്ല ആവില്ല എന്ന്. പുള്ളി പോയിട്ട് സെലക്ഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നു, നല്ല ഗെയിമിങ് കളിക്കുന്നു, അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അല്ലേ? 2005-04 ടൈമിൽ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. പിന്നെ ഇന്ത്യൻ ടീമിൻ്റെ T20 ടീമിൻ്റെ ക്യാപ്റ്റനായി. ദെൻ 2011 ഇന്ത്യ എത്ര വർഷത്തിന് ശേഷമാണ്? ഓക്കെ, കുറേ വർഷത്തിന് ശേഷം ഇപ്പോൾ 21 ആ കമൻട്രി ഞാൻ മറന്നു പോയടോ. ഓക്കെ, 28 years ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും വർഷത്തിന് ശേഷം യെസ്, ആഫ്റ്റർ 28 years ധോണി 6 അടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റേറ്ററല്ലേ? ഓക്കെ, മാഗ്നിഫിഷ്യൻ ഷോട്ടാ, ഇന്ത്യ ലിഫ്റ്റ് ദ വേൾഡ് കപ്പ് ആഫ്റ്റർ 28 years എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? ഇതാണ് സാധനം. അപ്പോൾ 28 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുക്കാനായിട്ട് ടിക്കറ്റ് കളക്ടറായിട്ട് ഇരുന്ന ആ ചെറുപ്പക്കാരൻ വേണ്ടി വന്നില്ലേ? നിയോഗമാണ് കുട്ടിയെ. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യുക. അതാണ് സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ പറയുന്നത്, ആ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലത്തെ ആ ഡിസിഷനെ മെയിനായിട്ട് നമുക്ക് തന്നെ വിമർശിക്കാനായിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ആര് ചെയ്തിരുന്നു? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് നമ്മുടെ ഡിസിഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, അത് മാറിപ്പോയോ എന്നുള്ള കേസൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് ചെയ്യുക.
അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അംബീഷൻ ഡ്രീമൊക്കെ ഉണ്ടാവും, അത് പ്രകാരം ചെയ്യുക. ഓക്കെ, അത് ചെയ്യാണ്ട് വേറെ ആൾക്കാർ ഇപ്പോൾ വീട്ടുകാരൊക്കെ കുറേ പ്രഷേഴ്സ് തരും, അതൊക്കെ ഓവർകം ചെയ്ത് എന്താണോ ആവേണ്ടത് അതിലായിത്തീരുക. ഓക്കെ, അല്ലാണ്ട് ആ വീട്ടുകാർ പറഞ്ഞതായിട്ട് എനിക്ക് ഇതാണ് ആകുന്ന പറഞ്ഞൊരു വല്ല കാര്യം ഇല്ല. അപ്പോൾ ധോണി വീട്ടുകാർ നിർബന്ധത്തിന് പോയെങ്കിൽ പോലും എന്താ അദ്ദേഹം അത് ബ്രേക്ക് ചെയ്ത് അദ്ദേഹത്തിനെ കണ്ട ആ ഡ്രീമിലേക്ക് വന്നു. ഇതാണ് എന്താ സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം. എന്താണോ ആവേണ്ടത് അതാവാം. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വിമർശിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, സ്വയം നമ്മൾ എന്താ ജഡ്ജ് ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എംപത്തി ആൻഡ് ടോളറൻസ്, അനുതാപവും സഹിഷ്ണുതയും. ഓക്കെ, ഈ എംപത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പത്തി എംപതി ഒക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, സിമ്പതി എന്ന് കേട്ടിട്ടുണ്ട്, അതിനൊപ്പം തന്നെ വരുന്നതാണ് എന്ത് എംപത്തി. എന്താണ് ഈ എംപത്തി? അതായത് എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പ്രശ്നങ്ങൾ എന്താ, ഒരാളുടെ പ്രശ്നങ്ങൾ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കുക, അതാണ് എന്ത് ഈ എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ള കാര്യത്തെ അംഗീകരിക്കാൻ പഠിക്കുക. ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കുക, അതാണ് കാര്യം എന്ന് അംഗീകരിക്കാൻ പഠിക്കുക, അതാണ് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ ഒരാളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുമെന്നറിയില്ല, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മൂവിയുണ്ട് താരേ സെമീൻ പർ. ഓക്കെ, നിങ്ങൾ എത്ര പേര് കണ്ടുകണമെന്ന് അറിയില്ല, കാണാനായിട്ട് ചാൻസ് വളരെ ലോ ആണ്, 10% താഴെ ആയിരിക്കുള്ള ചാൻസ് കാണാനായിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ കുട്ടികൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് താരേ സെമീൻ പർ. ഓക്കെ, അപ്പോൾ ഞാനേ ഇവിടെ എക്സാമ്പിൾസ് മെയിനായിട്ട് സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിൽ പല പല എക്സാമ്പിൾസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ എക്സാമ്പിൾ പറഞ്ഞത്, മീനിങ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ എക്സാമ്പിൾസ് എന്താണ് എങ്ങനെ വെച്ച് വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരുടെയൊക്കെ എക്സാമ്പിൾ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്ന എക്സാമ്പിൾ എന്താണ് വ്യത്യാസമുണ്ട്, പക്ഷേ പറയുന്ന കാര്യങ്ങൾ എന്താണ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഇഷാന്റെ കേസ് പറയുന്നുണ്ട്. ഓക്കെ, ഇഷാൻ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി, ഇഷാൻ എന്നാണ് ആ താരേ സെമീൻ പർ എന്ന് പറഞ്ഞ പടത്തിൽ ഈ ഒരു കുട്ടിയുടെ ക്യാരക്ടറിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഇഷാൻ എന്ന് പറഞ്ഞാൽ പഠിക്കാനായിട്ട് വളരെ പിന്നോക്കമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഈ കുട്ടി നല്ല രീതിയിൽ പടം വരയ്ക്കായിരുന്നു, മീനുകൾ ഇഷ്ടമായിരുന്നു, അങ്ങനെ വളരെ നല്ല രസമുള്ള ഒരു കുട്ടിയായിരുന്നു. ഓക്കെ, പക്ഷേ കുട്ടിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഡിസ്ലേഷ്യയാണ്, അതായത് എന്താ പഠന വൈകല്യമാണ്. പുള്ളിക്ക് എഴുതാൻ പറ്റില്ല, 6 കഴിഞ്ഞ് 9 ആയി പോകും, B കഴിഞ്ഞ് D ആയി പോകും, D എഴുതി കഴിഞ്ഞാൽ B ആയി പോകും. അങ്ങനെ പഠന വൈകല്യമുള്ള ഡിസ്ലേഷ്യയുള്ള ഒരു കുട്ടിയായിരുന്നു ആരാ, നമ്മുടെ ഇഷാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇഷാൻ ഒരു ദിവസം വീടിന് അവിടെ പ്രശ്നമുണ്ടായിട്ട് ആരൊക്കെ ഇടിപിടിയൊക്കെ ഉണ്ടായിട്ട് ഇഷാൻ്റെ അച്ഛൻ ഒരു വലിയൊരു ബിസിനസ്മാനാണ്. അദ്ദേഹം ഈ ഇഷാന് ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്, അമ്മേനെ പിരിഞ്ഞുകൊണ്ടൊരു സീനാണ് അതിനകത്ത്. അതായത് നമുക്ക് അത്രയ്ക്ക് ഇമോഷനാവും. ഒരു നല്ലൊരു കിടിലം പാട്ടുണ്ട്, തേരേമാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിടിലം പാട്ടുണ്ട്. ഓക്കെ, ആ പാട്ട് ഞാനിപ്പോൾ പാടുന്ന നിങ്ങൾ എഴുന്നേറ്റ് ഓടും. അപ്പോൾ ആ ഇഷാൻ ഇന്നലെ നേരെ ബോർഡിംഗ് സ്കൂളിൽ പോവാണ്. ബോർഡിംഗ് സ്കൂളിൽ പോയിട്ട് അവിടെ എന്താണ്, അവിടെ പോയിട്ട് ഇഷാൻ്റെ അവസ്ഥ സെയിം ആണ്. സെയിം എന്ന് പറഞ്ഞാൽ സെയിം, ഇഷാൻ തന്നെയാണ് ക്യാരക്ടറിൻ്റെ പേര്. ഓക്കെ, മാറിപ്പോയിട്ടെങ്കിൽ ക്ഷമിക്കണം, ഇഷാൻ നമുക്ക് പേരിട്ട് വിളിക്കാമല്ലോ. അപ്പോൾ സെയിം അവസ്ഥയാണ്, പുള്ളിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വളരെ വൻ വിഷയം. അപ്പോഴാണ് അവിടെ ഡ്രോയിങ് ടീച്ചറായിട്ട് ബം ബം ബോലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമീർ ഖാൻ വരുന്നത്. അമീർ ഖാൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ എന്താ സ്നേഹം, അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കി പെരുമാറുകയും ഇദ്ദേഹത്തിന് ഈ ഇഷാന് ഭയങ്കര എന്താണ് ജീവനായിട്ട് അമീർ ഖാൻ മാറുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ഇഷാൻ്റെ ഈ ഡിസ്ലേഷ്യ എന്ന് പറഞ്ഞ രോഗമൊക്കെ പരിഹരിച്ച് പുള്ളി നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ഈ ഇഷാനെ എല്ലാവരും തല്ലി കൈ എന്താ തളർത്തുകളെ വരുന്നത്. നമ്മൾ ഈ പഠിക്കാത്ത കാര്യത്തിന് വെറുതെ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, എന്താണ് അവൻ്റെ പ്രശ്നം? ഓക്കെ, എന്താണ് അവന് വേണ്ടത് എന്നുള്ളത് എന്താ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം, വേണ്ടേ? അപ്പോൾ അത് മനസ്സിലാക്കി അവൻ്റെ കൂടെ സ്നേഹത്തോടെയും, അതായത് അവൻ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ അംഗീകരിക്കുക. അതേപോലെ തന്നെ അവന് നല്ല രീതിയിൽ അവൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കി കൂടെ നിൽക്കുക, അല്ലേ? എങ്കിൽ മാത്രമാണ് അവൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് കാണിച്ചു തന്ന സിനിമയാണ് താരേ സെമീൻ പർ. അതേപോലെ എനിക്ക് ഇവിടെയും പറയാനുള്ളൂ, എംപത്തി ആൻഡ് ടോളറൻസിൽ മെയിനായിട്ട് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നത് എന്താണ്, ഒരാളെ ബ്ലെയിം ചെയ്യരുത്. അതായത് ഒരു ഇൻഡിവിജ്വൽസിന് എന്താ നമ്മൾ ആവശ്യമില്ലാണ്ട് ബ്ലെയിം ചെയ്യരുത്, തല്ലരുത്, തൊഴിക്കരുത്, ചീത്ത പറയരുത്. ഓക്കെ, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ പ്രശ്നം എന്നുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഞാൻ ഒരു കീ വേർഡായിട്ട് കൊടുത്തിരിക്കുകയാണ്, മെയിനായിട്ട് ഇതിൻ്റെ ഹെഡിങ്സ്, ഈ സാധനമാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തൊരു 8ഓളം എന്താണ് ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മൂലം കവർ ചെയ്ത് പോയി. അപ്പോൾ ആ പേരുകൾ സെറ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക, അതേപോലെ തന്നെ ഇതും പഠിച്ചു വെച്ചിരിക്കുക. ഞാനിപ്പോൾ ഇത് കഥ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് എന്താണ്, ഒരാളെ നമ്മൾ ചീത്ത പറയുന്നതിനും അതേപോലെ
അതുപോലെ തന്നെ തല്ലുന്നതിന് മുമ്പ് അയാൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അയാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അയാളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൽ പറയുന്നത് എംപത്തി ആൻഡ് ടോളറൻസ്, അനുതാപവും സഹിഷ്ണുതയും. സെറ്റാണല്ലോ. അപ്പോൾ ഇഷാൻ മനു എന്താ ചിരിയല്ലേ? ഓക്കെ, ഈ സിനിമയൊന്നും കാണാത്തവർ കാണണം കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത, ഹെൽപ്സ് ടു അനലൈസ് പ്രോബ്ലം ഡീപ്ലി. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്താ, നമ്മളൊരു പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്തിലൂടെ പറ്റുന്നു? ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്തയിലൂടെ പറ്റുന്നു. എക്സാമ്പിൾ ഉണ്ട്, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളാണ്. ദീപ എന്നാണ് തോന്നുന്നത് കൊടുത്തിരിക്കുന്ന പേര്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ജോലി പെടുന്നത് നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ എന്താണെന്ന് കാരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലേബർ ഓഫീസിനടുത്ത് പോയി അതിനുള്ള വേണ്ട പരിഹാരങ്ങൾ എന്താണ് നേടുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള വേണ്ട എന്താണ് ആ പറഞ്ഞ പരിഹാരങ്ങൾ എടുത്തുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നം ഓവർകം ചെയ്യണം. അപ്പോൾ ഈ പെൺകുട്ടി ഇവിടെ ചെയ്യുന്നത്, ഈ പെൺകുട്ടീനെ പോലെ തന്നെ ഒരുപാട് പേരുടെ ജോലി പോയിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് ഇവിടെ ഡീപ്ലി അനലൈസ് ചെയ്യണം. ഡീപ്ലി എന്താണ്, നല്ല രീതിയിൽ ആഴത്തിൽ ചിന്തിക്കുകയാണ് അതിനെക്കുറിച്ച്. മനസ്സിലായില്ലേ? ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനിറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെയാണ് ലേബർ ഓഫീസിൻ്റെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നങ്ങൾ എന്താണ് ചോദിക്കുകയും പരിഹരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത വേണം. ഒരു പ്രശ്നം ആഴത്തിൽ എന്താണ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് പറ്റും എന്തുണ്ടെങ്കിൽ, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ഇവിടെ ദീപയ്ക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട് അല്ലേ, വിമർശനാത്മക ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ലേബർ ഓഫീസിൻ്റെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. മനസ്സിലായല്ലോ? ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ വിമർശനാത്മക ചിന്ത. ഇനി നെക്സ്റ്റ്, ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ. ഓക്കെ, യെസ്. ഹെൽപ്സ് ടു ചാലഞ്ച് ഹാംഫുൾ ബിലീഫ്സ് ഇൻ സൊസൈറ്റി. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അതിനെ എതിർക്കാനായിട്ട് എന്ത് സഹായിക്കുന്നു? ഈ പറഞ്ഞ നെഗറ്റീവ് സോഷ്യൽ നോംസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഇതിനകത്ത് പറയുന്നത്? നമ്മളെ ഈ പറഞ്ഞ ഹാംഫുൾ ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ട് സൊസൈറ്റിയിൽ, ഹാംഫുൾ. ഓക്കെ, അതായത് ഈ പറഞ്ഞ നമുക്ക് ഒട്ടും ശരിയല്ലാത്ത ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അതിനെ ചാലഞ്ച് ചെയ്യാനായിട്ട്, അതിനെ എതിർക്കാനൊക്കെ ആയിട്ട് പ്രധാനമായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇയാളുടെ പേര് സോനു എന്നാണ്. ഇദ്ദേഹത്തിന് ഡിപ്രഷൻ ആയിരുന്നു. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. ഡിപ്രഷൻ ആയിരുന്നു. ഡിപ്രഷൻ അറിയാലോ, ചില്ലറ രോഗമല്ല. അത് വന്നു കഴിഞ്ഞാൽ ട്രാപ്പാണ്, അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. ഓക്കെ, ഭയങ്കര മനോവിഷമം. ഓക്കെ, ഭയങ്കര മനസ്സിന് വിഷമം വരുന്ന രോഗമാണ് നമ്മുടെ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡിപ്രഷൻ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ ഭയങ്കര ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇതാക്കുമോ, കളിയാക്കുമോ, പിടിക്കുമോ. അപ്പോൾ സൊസൈറ്റിയിലെ ആൾക്കാർക്കൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഭയങ്കര രീതിയിൽ ഈ പറഞ്ഞ അവന് പ്രാന്താണ്, അവന് ഇതാണ് അതാണെന്നൊക്കെ പറയൂലേ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ആർക്കുണ്ട്? ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. ടോട്ടലി എന്താണ് വളരെ വളരെ വിഷയം അല്ലേ. ഇങ്ങനെ ഡിപ്രഷനാണെന്ന് ഇപ്പോൾ എനിക്ക് ഡിപ്രഷനാണെന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ അറിഞ്ഞുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. എടീ, ആ ചെക്കനെന്തോ പറ്റിയിട്ടുണ്ടാ, ആ ചെക്കനല്ലെങ്കിൽ ഇങ്ങനെ എടീ പുറത്തോട്ട് ഇറങ്ങാറില്ല, അവനിങ്ങനെയാണ്, അവന് പ്രാന്താണ്, അച്ചക്കൻ എന്തോ മയക്ക് മരുന്നൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംസാരിക്കും. മനസ്സിലായി? ടോക്ക് പോണാണ്ടാ കണ്ട ഒരാൾക്കൊരു ഞാൻ ഇങ്ങനെ നോക്കിയത് ക്യാരക്ടറായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരാളെന്ന് ഞാൻ സങ്കല്പിച്ചിട്ട് ചെയ്താണ് ആക്ടിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്കൊരു മാനസിക വിഷമം ഉണ്ടെങ്കിൽ ഇവന് വട്ടാണ്, ഇവന് വരാൻ കാരണം അവൻ 24 മണിക്കൂർ മൊബൈലല്ലേ. തുടക്കം പറയാൻ പോണ വാക്ക് ഇതാണ് അല്ലേ. 24 മണിക്കൂർ മൊബൈലല്ലേ, അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, ചെക്കന് വട്ടായി. നിങ്ങൾ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടു വല്ല ഷോക്ക് അടിപ്പിക്കാൻ നോക്കുമെന്ന് പറയും അല്ലേ, ഡിപ്രഷൻ ആണെങ്കിൽ. ഇത്രയും സോഷ്യൽ നോംസ്, വഴക്കങ്ങൾ അല്ലേ, ഒരു ഗുണവുമില്ലാത്ത മനുഷ്യന് ദോഷം ചെയ്യുന്ന ഇത്രയും സോഷ്യൽ നോംസിനെ ചോദ്യം ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ സോഷ്യൽ ഇമാജിനേഷൻ നമ്മളിവിടെ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ദീപു ആണോ സോനു ആണോ ഞാൻ പറഞ്ഞു. ഓക്കെ, സോനു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്താ ഇതിന് ഈ ഒരു പ്രശ്നം വന്ന് ഭയങ്കര ട്രാപ്പിലാണ്. അദ്ദേഹം ഒരു ഹെൽത്ത് സെമിനാർ അറ്റൻഡ് ചെയ്യുന്നു. അവിടെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന് പ്രശ്നം അനുഭവിച്ചാണ് ഡിപ്രഷൻ അല്ലേ. അപ്പോൾ ഇത് സൊസൈറ്റിയിലെ ആൾക്കാരെ എങ്ങനെയാണ് കാണുന്നത് ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു പ്രശ്നം എല്ലാവരുടെയും ഇത് പരിഹരിക്കാനായിട്ട് മെയിനായിട്ട് ഈ പറഞ്ഞ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് അതിനുള്ള അവയർനെസ് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഒരു സെമിനാറിൽ പോയപ്പോൾ മാറി. ഇദ്ദേഹം അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഇത് കണ്ടക്ട് ചെയ്യുകയാണ്, ഒരു അവയർനെസ് പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്ത് ഫ്രണ്ട്സായിട്ട് സെറ്റായിട്ട് ആ പരിപാടിയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവാണ്. അപ്പോൾ ഈ സോഷ്യലി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇദ്ദേഹത്തിന് വന്നത് ആർക്കും ഇനി വരരുത് എന്ന് ഉള്ള ഒരു ചിന്തയിലാണ് അദ്ദേഹം അവയർനെസ് പ്രോഗ്രാം അവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മെയിനായിട്ട് സോഷ്യൽ ഇമാജിനേഷൻ എന്നൊരു പറഞ്ഞൊരു ചേട്ടൻ പ്രധാനമായിട്ടും ഈ ആവശ്യമില്ലാത്ത സോഷ്യൽ നോംസ് അല്ലേ, അതിനൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്
ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ സോനു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്താണ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പുള്ളി ആപ്റ്റായി. എന്തിനു ശേഷം ഹെൽത്ത് സെമിനാറൊക്കെ മെൻ്റൽ ഹെൽത്ത് സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷം അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആ പവർ മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ഈ ആവശ്യമില്ലാത്ത വഴക്കങ്ങളെ എതിർക്കാനായിട്ടുള്ള ആ ഒരു മനോധൈര്യം അദ്ദേഹം കൊടുക്കാനായിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം പിന്നീട് അദ്ദേഹം ചെയ്തു തുടങ്ങി എന്നാണ് പറയുന്നത്. യെസ്, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പോയിന്റ് പഠിച്ചു? നമ്മളിപ്പോൾ ഫസ്റ്റ് എന്താണ് ബോർഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് എന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഒരു പ്രോബ്ലം ഡീപ്ലി നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം എന്തൊക്കെയാണ് പഠിച്ചു എന്നുള്ളത്. ജസ്റ്റ് ആ ഹെഡിങ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞ കഥ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബോർഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് നമ്മളിപ്പോൾ പഠിച്ചു. വിശാലമായ വ്യക്തിഗത വീക്ഷണം. ഒരു പ്രശ്നം നമ്മൾ എന്താണ് ഒരു വ്യക്തിയുടെ പ്രശ്നം നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്ന അതിന് പല പല പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കൽ അല്ലേ. നമ്മൾ നേരത്തെ ആ മെയിൽ ഫീമെയിലിൻ്റെ കേസ് പറഞ്ഞ ഒരു പ്രശ്നത്തെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനം നമ്മൾ പഠിച്ചാണ്. ഈ പറഞ്ഞ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരാൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം, സ്വന്തമായിട്ട് ജഡ്ജ് ചെയ്യണം, എങ്കിൽ മാത്രമേ അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എംപതി ആൻഡ് ടോളറൻസ്, അനുതാപവും സഹിഷ്ണുതയും. ഒരാളുടെ പ്രശ്നം മനസ്സിലാക്കുന്നതിന് മുമ്പ് അയാളെ തല്ലിയിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത. നമ്മൾ ശരിക്കും ഈ ചിന്ത ഉണ്ടെങ്കിൽ ഈ തിങ്കിങ് ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് പ്രോബ്ലം ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെ, നല്ല രീതിയിൽ അതിനുള്ള വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റും. ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതായത് ആവശ്യമില്ലാത്ത ഒരുപാട് വഴക്കങ്ങളുണ്ട് അല്ലേ, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും സൊസൈറ്റിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴി പറ്റും. അപ്പോൾ ഇത് സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, ഇനി നെക്സ്റ്റ് ഞാനൊരു കാര്യം കൂടി ചെയ്തോട്ടെ ഗായ്സ്. ഓക്കെ, വൺ സെക്കൻഡ്. ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങോട്ട് ഓക്കെ, ഡിഫറൻസസ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച്. സാമാന്യ ബോധജ്ഞാന സമീപവും സമൂഹശാസ്ത്ര സങ്കല്പ സമീപവും തമ്മിലുള്ള വ്യത്യാസമാണ് പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. 3 പോയിന്റ് വരുന്നുള്ളൂ. വേഗം ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചാപ്റ്റർ ഈസ് ഓവർ. ഓക്കെ, കോമൺ സെൻസ് നോളജ് അപ്രോച്ച് സാമാന്യ ബോധജ്ഞാനവും അതേപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച് സമൂഹശാസ്ത്ര സങ്കല്പ സമീപനവും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളി വരുത്തുന്നുണ്ട് കാര്യമൊക്കെ ഉണ്ടാവും. നമ്മൾ കാര്യം പഠിച്ചിരിക്കും. ഓക്കെ, ലിമിറ്റഡ് ടു പേഴ്സണൽ വ്യൂസ് ആൻഡ് എക്സ്പീരിയൻസസ്, വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലുമായി പരിമിതപ്പെട്ടിരിക്കുന്നു അല്ലേ. നമ്മൾ ഓരോ വീക്ഷണങ്ങളാണ് അല്ലേ, നമ്മൾ ഓരോ ഇതാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഓരോ പേഴ്സണൽ വ്യൂസാണ് ഈ പറഞ്ഞ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ അനുമാനങ്ങളും കൺക്ലൂഷൻസും ആണ്. ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്കോപ്പ് ഈസ് ബോർഡ് ആസ് ഇറ്റ്സ് കണക്ട് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ടു ലാർജ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിൻ്റെ വ്യാപ്തി വലുതാണ്. ഓക്കെ, അതായത് ഓരോ വ്യക്തിയുടെ പ്രശ്നങ്ങൾ സമൂഹമായിട്ട് സോഷ്യലിലെ പല ഏരിയാസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കാരണം ഇത് വളരെ വലുതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് often provides only a superficial explanation based on stereotypes. പലപ്പോഴും വാർപ്പ് മാതൃകകൾ അടിസ്ഥാനമാക്കിയുള്ള ഉപരി തല വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. അതായത് വാർപ്പ് മാതൃകകൾ അത് ഞാൻ പറഞ്ഞില്ല, ഓരോരോ ധാരണകളെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് കോമൺ സെൻസ് നോളജ് വഴി പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ദെൻ മെയിനായിട്ട് അനലൈസ് ഡീപ്ലി ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺ ഇൻഡിവിജ്വൽസ്. സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. സാമൂഹിക ഘടകങ്ങൾ കേട്ടോ, അതായത് സോഷ്യൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ അത് ഒരു വ്യക്തിയിൽ എന്തെല്ലാം ഇൻഫ്ലുവൻസ് ആണ് ചെലുത്തുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരും. മെയിനായിട്ട് നമ്മുടെ ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറഞ്ഞു തരും. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ കോമൺ സെൻസിൽ വരികയാണെങ്കിൽ സോഷ്യൽ റിയാലിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ആർ നോട്ട് അപ്രോച്ച്ഡ് ത്രൂ ക്രിട്ടിക്കൽ തിങ്കിങ്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നതല്ല. വിമർശനാത്മക ചിന്തയിലൂടെ ചിന്തയിലൂടെ സമീപിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് സമൂഹത്തിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ റിയാലിറ്റീസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ വിമർശിക്കുന്ന, അതായത് അത് കാരണമാണ് ഇത് കാരണം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കൂലേ, ആ ചിന്തയിലൂടെ ഒരിക്കലും നമുക്കിവിടെ സമീപിക്കാനായിട്ട് പറ്റൂല എന്ന് പറയുന്നുണ്ട്. ദെൻ എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ് അബൌട്ട് ഇൻ്റർ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടകങ്ങളും ദെൻ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പിന്നെയും പോകണം. ഓക്കെ, ഒറ്റ സെക്കൻഡേ. തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച്
പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് മെയിനായിട്ട് ഇവിടെ നമ്മുടെ ഈ സാമൂഹിക ഘടനകൾ, അതേപോലെ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇല്ലേ, അതേപോലെ വ്യക്തിപരമായ അനുഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഓക്കെ, ഇവരെങ്ങനെ കണക്റ്റ് ആയിട്ടിരിക്കുന്നു, അതേപോലെ തന്നെ ഇവരെങ്ങനെയൊക്കെയാണ് കണക്റ്റ് ആവാനായിട്ട് ചാൻസ് ഉള്ളത്, എങ്ങനെ കണക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ള കേസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആരും നമുക്ക് എന്താണ് വഴിയൊരുക്കി തരുന്നു? സോഷ്യൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വഴിയൊരുക്കി തരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, ഈ 3 പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 മാർക്കിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ട് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എന്താണ് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് വെച്ച് നിങ്ങൾക്ക് തനി എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, സെറ്റാണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പറഞ്ഞ കോമൺ സെൻസ് നോളജ് അപ്രോച്ചും അതേപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ വരെ സെറ്റാണ്, കാര്യങ്ങൾ ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം ഇട്ടിട്ട് പോണേ. ഓക്കെ, യെസ്. ദെൻ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളതിൻ്റെ ഒരു ഡെമോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇങ്ങനെയായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. തിരക്കേറിയ റോഡിലൂടെ വളരെ ശ്രദ്ധാപൂർവ്വം വാഹനം ഓടിക്കുകയാണ് രാകേഷ്. അലസമായി വാഹനം ഓടിച്ച് എതിരെ വന്നൊരു വാഹനം രാകേഷിന്റെ വാഹനത്തെ ഇടിക്കുന്നു. രാകേഷിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടല്ല ഇത് സംഭവിച്ചതെന്നും റോഡിലുള്ള തിരക്കും വാഹനപ്പെരുപ്പവും ഒക്കെ ഇതിന് കാരണമാകുന്നുവെന്ന് കണ്ടെത്തുന്നു. ഇത്തരം വ്യക്തിഗത പ്രശ്നങ്ങളെ സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈ ആശയം ആദ്യം അവതരിപ്പിച്ചത് ആര്? ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അതായത് ഇത്രയേ ഉള്ളൂ. സമൂഹ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രശ്നങ്ങളെ എന്താണ് നല്ല രീതിയിൽ നമ്മുടെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ എന്താണ് പ്രശ്നങ്ങളെ സാമൂഹിക പ്രശ്നങ്ങളായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരു വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു സ്കില്ല്, അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അതേപോലെ തന്നെ ആരാണ് അത് അവതരിപ്പിച്ചത്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ചെയ്തു തരേണ്ട കാര്യം ഇത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാം. ഏതാണ് ഈ മെത്തേഡ്? അതായത് വ്യക്തിഗത പ്രശ്നങ്ങൾ, അതായത് പേഴ്സണൽ ആയിട്ടുള്ള എന്താണ് ഇഷ്യൂസും അതേപോലെ സാമൂഹിക പ്രശ്നങ്ങൾ, സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി തരുന്ന മെത്തേഡ് ഏതാണ്? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സ്കില്ലാണെന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? ആണോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ എന്താ അറിയാമെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയുള്ളൂ. കാരണം നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതും കൂടി പറഞ്ഞത്. എന്താ, എല്ലാം സ്പൂൺ ഫീഡിംഗ് ആണ്. സ്പൂൺ ഫീഡിംഗ് കറക്റ്റാണ്. സ്പൂൺ ഫീഡിംഗ് ആയി പോകും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ ഇത് ഏതാണ് മെത്തേഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ പേര് എഴുതുക. ആരാണ് കണ്ടുപിടിച്ചത് അയാളുടെ പേര് എഴുതുക. ഓക്കെ, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് എന്താണ് പറ്റാവുന്ന പോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, യെസ്, റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഗൈസ്. ഒരു അർജൻറ്റ് കാര്യം പറയാൻ പറ്റുമോ? ഓക്കെ, ഒറ്റ സെക്കൻഡ് കേട്ടോ, ഒരു കാര്യം ഞാൻ എഴുതി കാണിച്ചു തരാം. താങ്ക് യു ഗായ്സ്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കുക. ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് സെറ്റായിട്ട് എല്ലാവരും പഠിക്കുക. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻ വരുന്ന രീതി നേരത്തെ മനസ്സിലായല്ലോ? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതേപോലത്തെ കുറച്ച് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരും. നിസ്സാര ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോമൺ സെൻസ് നോളജ്, സോഷ്യൽ അനാലിസിസ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ഓക്കെ, ഇതെല്ലാം സെറ്റായിട്ട് പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കളും അടിച്ചു പൊളിച്ച് പഠിക്കുക. നല്ല രീതിയിൽ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ best. Bye bye. Thank you.